നരസിംഹ जय प्रहलादेश जय पद्ममुख मुख पद्मभृंगा पत्युघ्ननाश नरसिंह भगवान की जय। भक्त प्रहलाद महाराज की जय। गुरुदेव महाराज की जय। शिल प्रभुपाद की जय। गौर ब्रह्मानंदे हरि हरि बोल। ഹരേ കൃഷ്ണ. സർവശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. എല്ലാവർക്കും ഈ സത്സംഗത്തിലേക്ക് സുസ്വാഗതം. ഹരേ കൃഷ്ണ മല്ലിക മാതാജി. ഹരേ കൃഷ്ണ ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ സബിത മാതാജി. ഹരേ കൃഷ്ണ ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ മാധവി രാധ മാതാജി. ഹരേ കൃഷ്ണ സുജന മാതാജി. ഹരേ കൃഷ്ണ ശോഭന മാതാജി. ഹരേ കൃഷ്ണ പത്മ മാതാജി. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ ജപം, ഹരിനാമ ജപം പുരുഷോത്തമ മാസത്തിലെ നമ്മൾ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. നമ്മളിപ്പം ഭഗവാൻ പുരുഷോത്തമന്റെ പ്രീതി എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ രതിദേവി മാതാജിയുടെ അനുജത്തി നമ്മുടെ കൂടെ കഴിഞ്ഞ പ്രാവശ്യം പരിക്രമത്തിന് വന്ന ആ അനുജത്തിയുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു. ഞാനിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിക്കാൻ നേരത്ത് പറയുകയും ചെയ്തിരുന്നു. അപ്പം അനുജൻ എന്ന് പറഞ്ഞ കാരണം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ആങ്ങളെയാണോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അത് കാരണം അനുജത്തിയുടെ ഭർത്താവാണ് മാതാജി അറിയിച്ചിട്ടുണ്ടായിരുന്നു. മാതാജി അവിടെ ചടങ്ങുകളൊക്കെ കൂടാനിട്ട് അവിടെയാണ്. അപ്പം മാതാജിയുടെ അനുജത്തിയുടെ ഭർത്താവിന്റെ സോളിന് പരമപദ പ്രാപ്തി കിട്ടാൻ വേണ്ടിയിട്ടും, പിന്നെ എന്താണ് പറയുന്നത്, നമ്മളെ സത്സംഗത്തിൽ നമ്മള് ഇപ്പോൾ ഉള്ള ആൾക്കാർക്കൊക്കെ കൃഷ്ണാബോധത്തിൽ തുടരാനും, അതുപോലെ തന്നെ ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ട്, ചിലർക്ക് കയറാൻ അസൗകര്യം ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ തന്നെ ഭഗവാന്റെ ആ ഒരു കൃപ എപ്പോഴും ഉണ്ടാകാനും അവർക്ക് സത്സംഗത്തിൽ തുടരാനും ഒക്കെ സാധിക്കട്ടെ എന്ന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയായിട്ടാണ് നമ്മൾ ഈ പുരുഷോത്തമ മാസത്തിൽ ഭഗവാന്റെ അടുക്കൽ സമർപ്പിക്കുന്നത്. അതുപോലെ ഇന്ന് നമ്മള് ഭഗവത്ഗീത എത്രാമത്തെ അധ്യായമാണ്? അഞ്ചാമത്തെ അധ്യായത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിലെ എത്രാമത്തെ ശ്ലോകം? 22ാമത്തെ ശ്ലോകം. 22. 22. 22ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് നേരെ ശ്ലോകത്തിലേക്ക് കിടക്കുകയാണ്. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 5, കർമ്മയോഗം കൃഷ്ണാബോധത്തിൽ പ്രവർത്തനം. 22, ശ്ലോകം 22. ഏഹി സംസർപ്പജാ ഭോഗാ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്ത കൗന്ദേയ ന തേഷു രമതേ ബുധഃ. ഏഹി സംസ്പർശജാ ഭോഗാ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്ത കൗന്ദേയ ന തേഷു രമതേ ബുധഃ. ഏഹി സംസ്പർശജാ ഭോഗാ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്ത കൗന്ദേയ ന തേഷു രമതേ ബുധഃ. ഹരേ കൃഷ്ണ. ജ്ഞാനാംബിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. യേ ഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയേവതേ ആദ്യന്തവന്ത കൗന്ദേയ ന തേഷു രമതേ ബുധഃ. ഹരേ കൃഷ്ണ. കൃഷ്ണ മല്ലിക മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതി വാസുദേവായ. ശ്ലോകം 22. യേ ഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയേവ തേ ആദ്യന്തവന്ത കൗന്ദേയ ന തേഷു രമതേ ബുധഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശോഭന മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 22. യേ ഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവന്ത കൗന്ദേയ ന തേഷു രമതേ ബുധഃ. ഹരേ കൃഷ്ണ പ്രഭു. അഭ്യന്ത അല്ല, ആദ്യന്തയാണ്. ആദ്യന്തവന്ത. ആദ്യന്തവന്ത കൗന്ദേയ ന തേഷു രമതേ ബുധഃ. രമതേ, രമ്യതേ അല്ല, രമതേ ബുധഃ. രമതേ ബുധഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദയുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീല പ്രഭുപാദ്. കൗന്ദേയ, ഹേ കൗന്ദേയ, ഹേ ഭോഗ, ഏതു ഭോഗങ്ങൾ, സംസ്പർശജാഹി
വിഷയജന്യങ്ങളാകുന്നുവോ തേ അവ ദുഃഖയോനയവ ദുഃഖ യോനികൾ അല്ലെങ്കിൽ ദുഃഖകാരണങ്ങൾ തന്നെ ആദ്യന്തവന്ത തുടക്കവും അവസാനവും ഉള്ളവയാകുന്നു. തേഷു ഇവയിൽ ബുധൻ അല്ലെങ്കിൽ ബുദ്ധിമാൻ രമതേ രമിക്കുന്നില്ല അല്ലെങ്കിൽ ആനന്ദിക്കുന്നില്ല. വിവർത്തന ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ബുദ്ധിമാൻ ഭൗതികേന്ദ്രിയങ്ങളുടെ ബന്ധനം മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാറില്ല. അല്ലയോ കുന്തിപുത്ര, ഭൗതിക സുഖങ്ങൾക്ക് ആദിയും അവസാനവും ഉള്ളതുകൊണ്ട് അവയിൽ ഒരിക്കലും ബുദ്ധിമാന്മാർ സന്തോഷം കൊള്ളുകയുമില്ല. ഹരേ കൃഷ്ണ. അതിന്റെ വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. സവിതാ മാതാജി. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ഭൗതികമായ ഇന്ദ്രിയ സുഖങ്ങൾ ഇന്ദ്രിയങ്ങളുമായുള്ള ബന്ധം കൊണ്ടാണ് ഉണ്ടാവുന്നത്. ശരീരം ക്ഷണികമാകയാൽ അവയും ക്ഷണികമാണ്. മുക്തനായ ഒരാൾക്ക് താൽക്കാലികമായ ഒന്നിലും താല്പര്യം തോന്നാറില്ല. അതീന്ദ്രിയ സുഖാനുഭൂതികൾ നന്നായി അറിയുന്ന ഒരു മുക്താത്മാവിനെങ്ങനെ ഈ മിഥ്യാസുഖങ്ങൾ ആസ്വാദ്യങ്ങളാവും? പത്മപുരാണത്തിൽ പറയുന്നു, രമന്തേ യോഗിനോ അനന്തേ സത്യാനന്ദ ചിദാത്മനി ഇതി രാമപദേനാസൗ പരം ബ്രഹ്മാഭിധീയതേ. യോഗികൾ പരമസത്യത്തിൽ നിന്ന് അനന്തവും ഇന്ദ്രിയാതീതവുമായ ആനന്ദം അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ എന്ന പരമസത്യത്തിന് രാമൻ എന്നും പേർ പറയുന്നു. ശ്രീമദ് ഭാഗവതം 5:51 ഈ വിധം പ്രസ്താവിക്കുന്നു. നായം ദേഹോ ദേഹഭാജാൻ നൃലോകേ കഷ്ടാൻ കാമാനർഹേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധ്യോസ്മദാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. മക്കളെ, ഈ മനുഷ്യജന്മത്തിൽ വിഷയസുഖങ്ങൾ നേടുവാനായി കഷ്ടപ്പെടുന്നതിൽ ഒരു യുക്തിയുമില്ല. മലഭോജികളായ പന്നികൾക്ക് പോലും ലഭ്യങ്ങളാണ് ആ സുഖങ്ങൾ. ഈ ജീവിതത്തിൽ നിങ്ങൾ തപസ് അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. എന്നാൽ സത്വശുദ്ധി ഉണ്ടാകും. അങ്ങനെ നിങ്ങൾക്ക് അപരിമിതമായ അതീന്ദ്രിയമാനന്ദം അനുഭവിക്കാൻ കഴിയും. യഥാർത്ഥ യോഗികളാകട്ടെ വിജ്ഞരായ അതീന്ദ്രിയ ജ്ഞാനികളാകട്ടെ വിഷയസുഖങ്ങളിൽ ആസക്തരാകാറില്ല. അവ വീണ്ടും വീണ്ടും പ്രാപഞ്ചിക ജീവിതത്തിനിടയാക്കുന്നു. ഒരാൾ എത്രയും കൂടുതൽ ഭൗതിക സുഖാസക്തനാണോ അത്രയും കൂടുതൽ ഭൗതിക ക്ലേശങ്ങൾക്കിരയായി തീരും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വളരെ ക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ അത് പറയുന്നത് അല്ലെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ബുദ്ധിമാൻ ഭൗതികേന്ദ്രിയങ്ങളുടെ ഉള്ള ബന്ധനം മൂലമുണ്ടാകുന്ന ദുഃഖങ്ങളിൽ പങ്കുകൊള്ളാറില്ല. അല്ലയോ കുന്തിപുത്ര, ഭൗതിക സുഖങ്ങൾക്ക് ആദിയും അവസാനവും ഉള്ളത് കൊണ്ട് അവയിൽ ഒരിക്കലും ബുദ്ധിമാന്മാർ സന്തോഷം കൊള്ളുകയുമില്ല. അതായത് ഭൗതികമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും കണ്ടതാണല്ലേ, നമുക്കൊരു ചെറിയ ഒരു കുറച്ചൊരു സുഖം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സുഖം എത്രമാത്രം നേരം നീണ്ടു നിൽക്കും. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓരോ എക്സാമ്പിൾ ഒക്കെ പറഞ്ഞാണല്ലേ, അന്ന് ചൊറിയുമ്പോഴുള്ള അവസ്ഥ, പശുവിന് കാക്ക വന്നിരിക്കുമ്പോഴുള്ള അവസ്ഥയൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലേ. അത് എത്ര നേരം നീളും? അത് വളരെ കുറഞ്ഞല്ലേ ഉള്ളൂ അല്ലെ. അത് കഴിഞ്ഞിട്ട് അത് ദുഃഖമായിരിക്കും അല്ലെ. എന്നാൽ ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ ആ ദുഃഖം ആജീവനാന്തകാലം നീളുവോ? നമ്മളെപ്പോഴും പറയുന്ന പോലെ കാലം മറയ്ക്കാത്ത മുറിവുകളില്ല എന്ന് പറഞ്ഞ പോലെ കാലം ദുഃഖങ്ങളെയൊക്കെ മാറ്റും അല്ലെ. ആജീവനാന്ത കാലവും നമ്മൾ ആ ഒരു ദുഃഖത്തിന്റെ പുറത്ത് അങ്ങനെ ജീവിക്കുവോ? വളരെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. കാര്യം അവർക്ക് ആ ദുഃഖത്തിലും സുഖത്തെ ഉണ്ട്. ആ സുഖം അന്വേഷിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടെങ്കിലും അവരത് തേടാതെ അവര് ദുഃഖിമാനായിട്ട് ആജീവനാന്തകാലം ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് ചില സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ ഹസ്ബൻഡ് അവരുടെ കല്യാണം കഴിഞ്ഞ് ഉടനെ തന്നെ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാ ആഡംബരങ്ങളും സുഖങ്ങളും ഒക്കെ വെടിഞ്ഞിട്ട് ആജീവനാന്തകാലം ഒരു വിധവ എങ്ങനെ ജീവിക്കുന്നു അതേപോലെ ഇങ്ങനെ ജീവിച്ച് ദുഃഖത്താൽ ഇങ്ങനെ അവരിങ്ങനെ ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാറുണ്ടല്ലേ. അങ്ങനത്തെ ഉള്ള സ്ത്രീകളും ഉണ്ടല്ലേ ഒരുപാട് നാൾ. അപ്പം അവർക്ക് സുഖങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അവര് എന്താണ് ആ ദുഃഖം അവർ ഏറ്റെടുത്തിട്ട് അവർ അവസാന കാലം വരെ അവർ ആ ദുഃഖത്തിൽ തന്നെ ജീവിക്കുന്നു. പക്ഷെ നമ്മൾ കാലം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. നമ്മൾ ഒരു ദുഃഖം എന്ന് പറഞ്ഞാൽ അത് ആ ദുഃഖം എല്ലായ്പ്പോഴും നീളുകയുമില്ല. ഒരു സുഖവും അതുപോലെ നീളത്തുമില്ല. നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ സുഖങ്ങളൊക്കെ തന്നെ വളരെ നൈമിഷികങ്ങളായിരിക്കും. അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ആ സുഖങ്ങളൊക്കെ ഉണ്ടായിരിക്കുകയുള്ളൂ.
എന്നാൽ ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ ആ ദുഃഖവും അത് അതുപോലെ തന്നെ മാറും. അതായത് ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് സുഖവും ദുഃഖവും ഇങ്ങനെ മാറി മാറി വരുന്നത്. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ നാരായണ ജയ. നമ്മൾ ഏതിലാ കണ്ടിട്ടുള്ളത് ഈ വേഴ്സസ്? രാമകീർത്തനത്തിൽ. ഹരിനാമകീർത്തനം. സുഖവും ദുഃഖവും അത് ഏതാണ്? കൊടിയ തപസ്സുകൾ അതാണോ? അതിലാണോ? ചെയ്തോരോ ഫലം, കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം, ഇച്ഛിച്ചീടുകൾ മുക്തി വരാതിടം, മുക്തി വരാതിടം, അടിമലർ തൊഴുകിലൊരു അടിമലർ തൊഴിലും ഇച്ഛാഹീനം മുക്തന്മാരവർ നാരായണ. അതിനകത്തല്ല. അതല്ല അതല്ല. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ നാരായണ സമമിക നാരായണായ നമഃ. അതിന്റെ പല്ലവി അതൊന്ന് അഞ്ചു. നമ്മളിപ്പോ ചരണം പാടി, പല്ലവി എവിടെ? ഹരേ കൃഷ്ണ. ആർക്കും അറിയില്ലല്ലേ? ഇതാണ് നമ്മളുടെയൊക്കെ അവസ്ഥ അല്ലെ? ഞാൻ ഹരിനാമകീർത്തനം എടുക്കണോ? നമ്മൾ നാട്ടിൻപുറത്ത് ജനിച്ചപ്പോ തൊട്ട് കേട്ടിരുന്ന ഈ പീലിയിലെ അവിടെ കിടന്ന് ഇങ്ങനെ പാടുന്നത് അല്ലേ? പക്ഷെ നമുക്കത് ഓർമ്മയില്ല. നാരായണ മന്ത്രമാറ്റം ഫലമില്ലാതെ ഒരാള് പറ, എല്ലാവരോടും പറഞ്ഞ് കേൾക്കത്തില്ല. നാരായണ ആരാ പറയുന്നത്? മല്ലിക മാതാജി. ഏതാണ് മാതാജി പറഞ്ഞത്? ഇല്ല. അപ്പൊ അതൊക്കെ എടുത്തിട്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? ഈ സുഖവും ദുഃഖവും ഒന്നല്ല എന്ന് നമ്മൾ മലയാളത്തിലെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ പറയുകയും ചെയ്തു അല്ലെ? അപ്പോൾ ഇത് വരികയും പോവുകയും ചെയ്തു. അപ്പൊ ബുദ്ധിമാനായിട്ടുള്ള ഒരാള്, ശരിക്കും ബുദ്ധി എന്ന് പറയുന്ന ആ ബുദ്ധി നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ മെഷീനറീസ് കണ്ടുപിടിക്കുക, യന്ത്രങ്ങൾ കണ്ടുപിടിക്കുക, AI കണ്ടുപിടിക്കുക, ആ രീതിയിലുള്ള ഒരു ബുദ്ധിമാനെ അല്ല ഇവിടെ ബുദ്ധിമാൻ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലെ? നമ്മളുടെ ജീവിതത്തിന്റെ ദൈർഘ്യം എത്രയുണ്ട്, നമ്മളുടെ ശരീരം ത്തെ ഉള്ള കോൺഷ്യസ്നെസ്സിൽ ഉള്ള ബുദ്ധി, നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ, അതിലെ ഫങ്ഷൻസ്, അത് മാറ്റിവെക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ബുദ്ധി, അമിതമായിട്ടുള്ള ബുദ്ധി ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലേ? എന്നിട്ട് ഇതിൻ്റെ അകത്ത് വേറെ കൃത്രിമ അവയവങ്ങൾ എങ്ങനെ പിടിപ്പിക്കും, ഇതിനൊക്കെയുള്ള റിസർച്ച് ചെയ്തിട്ട് പോയിട്ടുള്ള ബുദ്ധിമാന്മാര് ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരാണോ യഥാർത്ഥ ബുദ്ധിമാന്മാര്? യഥാർത്ഥ ബുദ്ധിമാന്മാരെന്ന് പറഞ്ഞ ഈ ശരീരം എത്ര കാലം ഉണ്ട്, ഇത് നൈമിഷികമാണ്, ഇത് നശിക്കുന്നതാണ്. പിന്നെ നമുക്ക് വന്നു ചേർന്ന ദുഃഖങ്ങളും സുഖങ്ങളും ഒക്കെ എന്താണ്? വളരെ ടെമ്പററി ആണ്. ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ, ഒരു കുന്നിന് ഒരു കുഴി ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെ ഒരു ദുഃഖം വന്നു കഴിഞ്ഞാൽ ഒരു സുഖവുമുണ്ട്. അപ്പൊ അതാണ് യഥാർത്ഥത്തിലുള്ള ബുദ്ധിമാന്മാര് അങ്ങനെയാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് ഈ പറയുന്ന ഈ ഭൗതിക ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നമുക്ക് ഈ പറയുന്ന ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ദ്രിയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാൽ എങ്ങനെയാണ് കാര്യം? ഈ ഇന്ദ്രിയങ്ങളാണ് മനസ്സിലേക്കുള്ള ഗേറ്റ് വേ. ഇന്ദ്രിയങ്ങൾ മുഖാന്തരമാണ് നമുക്ക് ഇതിനുള്ള സിഗ്നൽസ് കിട്ടുന്നത് അല്ലെ? ഇന്ദ്രിയങ്ങളിലാണ് ഈ സിഗ്നൽസ് പിടിച്ചെടുക്കുന്നത് അല്ലെ? നമ്മള് ഒരു സംഭവം കണ്ടു കഴിഞ്ഞ് കണ്ണുകൊണ്ട് ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അതിന് ദുഃഖം. അതുപോലെ ചെവി കൊണ്ട് ഒരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ദുഃഖം. അപ്പൊ അതുപോലെ തന്നെ എന്താണ് നമ്മളുടെ ചിലപ്പോ, ഹരേകൃഷ്ണ മാതാജി വെൽക്കം ബാക്ക്. അപ്പൊ അങ്ങനെ നമ്മള് ഒരു എന്താണ് നമ്മളുടെ ശരീരത്തിന് ഒരു മുറിവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിപ്പോ ത്വക്കിനുണ്ടാകുന്ന അല്ലെ, മുറിവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങനെ പല പല കാര്യങ്ങളിലും ആണ് ഇന്ദ്രിയങ്ങളാണ് സിഗ്നൽസ് മനസ്സിന് കൊടുക്കുന്നത്. അപ്പം മനസ്സാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ വളർത്തി വലുതാക്കി കൊണ്ടുപോകുന്നത്. അതായത് ഒരു ചെറിയ മുറിവിനെ നമുക്ക് മനസ്സ്, ഇപ്പൊ നമുക്കറിയാം, ഒരു പാമ്പ് കടിച്ച വിഷത്തെക്കാളും ഭയങ്കരമായിട്ടുള്ള സംഭവം എന്താണെന്ന് പറയാമോ? പാമ്പിന്റെ വിഷം എന്ന് പറഞ്ഞാൽ വളരെ ചിലപ്പോൾ നിസ്സാരമായിരിക്കും ആ വിഷം. പക്ഷെ അതിനേക്കാളും ആ പാമ്പ് കടിക്കുന്ന സമയത്തുണ്ടാകുന്ന വേറെ ചില കാര്യങ്ങളാണ് അതിലും വലിയത്. ഭയം. ഇപ്പൊ പാമ്പ് കടിച്ച ആ വിഷം കൊണ്ട് ചിലപ്പോ
ഒന്നും സംഭവിക്കത്തില്ല. നമ്മൾ ഒരു ഉറുമ്പ് കടിച്ച ലാഘവത്തോടെ കൂടി അതിനെ എടുത്തു മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒന്ന് വൃത്തിയാക്കി സോപ്പും കൊണ്ടൊന്ന് കഴുകി അവിടെ മേളിലൊന്ന് കെട്ടി വെച്ചിട്ട് ഒരു മുറിവുണ്ടാക്കി അവിടെ വളരെ സമാധാനമായിട്ടിരുന്ന് നമ്മൾ അതിന്റെ ബ്ലഡ് ഒക്കെ വലിച്ചു കാണിച്ച് ഒരു ഹോസ്പിറ്റലിലേക്കുള്ള ആംബുലൻസ് വിളിച്ചിട്ട് അവിടെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ആശുപത്രിയിൽ പോയി അതിന്റെ മെഡിസിൻ എടുത്തിട്ട് നമുക്ക് ഇങ്ങ് പോരാൻ പറ്റും. അവിടെ ഇരുന്ന് എന്നെ പാമ്പ് കടിച്ചേന്നും പറഞ്ഞ ഒറ്റ പേടിച്ച് ഒരു കാറുകയും നിലവിളി അവിടെ ഒരു ബോധം കെട്ട് വീഴുകയും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? രക്തം ഇങ്ങനെ പെട്ടെന്ന് പമ്പ് ചെയ്ത് ഈ വിഷം എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ഹൃദയത്തിൽ എത്തിച്ചേരും. അങ്ങനെ ഹൃദയത്തിലെത്തും, തലച്ചോറിലേക്ക് പമ്പ് ചെയ്യും. അങ്ങനെ നമ്മളുടെ സർവ്വ സംഭവങ്ങളും തകർന്ന് തരിപ്പണമായി പോകും. അല്ലേ? അപ്പം ആ ആ ഒരു സംഭവം എന്താണ്? മനസ്സാണ് അവിടെ എന്തായിട്ട് പ്രവർത്തിച്ചത്? അപകടകാരിയായിട്ട് പ്രവർത്തിച്ചത്. അല്ലെ? നമ്മളുടെ ശരീരത്തിനേക്കാളും കൂടുതൽ മനസ്സാണ് അല്ലെ? ഇന്ദ്രിയങ്ങൾ കൊടുത്ത സിഗ്നൽസ് നമുക്ക് പേടി എന്ന് പറയുന്ന ഒരു വികാരം അവിടെ ഉണ്ടായി. അപ്പൊ പാമ്പ് കടിയേറ്റ വിഷത്തെക്കാളും അപകടകരമായിട്ടുള്ള മാറിയത് എന്താണ്? ആ ഒരു പേടിയാണ് മാറി അല്ലെ? ആ ഒരു ഭയം ആണ് നമ്മളെ അതിലേക്ക് എത്തിച്ചേർത്തത്. അപ്പൊ അങ്ങനെ ഈ ഈ മനസ്സ് എന്ത് ചെയ്യും? നമുക്കുണ്ടാകുന്ന ഈ ഇന്ദ്രിയങ്ങൾ മുഖാന്തരം ഉണ്ടാകുന്ന സിഗ്നൽ കൊണ്ട് ഉണ്ടാകുന്ന എത്രയാണോ അതിന്റെ ഇരട്ടിയാക്കി അത് വലുതാക്കും. അതിനെ അഗാധ ഗർത്തങ്ങളാക്കി മാറ്റും. ചെറിയൊരു കുഴിയാണെങ്കിൽ അതിനെ ഒരു വലിയ കിണറാക്കി ആര് മാറ്റും? മനസ്സ് മാറ്റും. അത്രയ്ക്ക് വലുതാക്കി അത് പെരിപ്പിക്കും അല്ലെ? ഒരാള് ചെറിയ രീതിയിൽ നമ്മളോട് എന്തെങ്കിലും മനസ്സിൽ ഉദാശിക്കാതെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു അല്ലെ? പറഞ്ഞു കഴിഞ്ഞപ്പോ നമ്മൾ ആ സമയത്ത് ഇങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ പോകുന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ എന്തായിരിക്കും ആ പറഞ്ഞത്? അത് എന്നെ തന്നെയല്ലേ ഉദ്ദേശിച്ച പറഞ്ഞത്? അവന് മനസ്സിലായി, ഇതെന്തോ അവൻ മനസ്സിലാക്കി മനസ്സിൽ വെച്ചുകൊണ്ടാണ് സംസാരിച്ചത്. അവൻ ഇന്നാലും അങ്ങനെ എന്നോട് സംസാരിക്കാമായിരുന്നോ? ഞാൻ അവൻ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തതാണ്? അവൻ ഈ അവസ്ഥയിൽ 4 പേര് നിൽക്കുക ചെയ്തത് എന്നോടത് പറഞ്ഞ് ശരിയായോ? പിന്നെ അങ്ങോട്ട് അങ്ങ് വിചാരം തുടങ്ങി. എന്താണ് മനസ്സ് അവനെ പറ്റി ഉള്ളതും ഇല്ലാത്ത വളരെ തമാശപരമായിട്ട് പോയ വഴിക്ക് എന്തെങ്കിലും ഒന്ന് ചോദിക്കണ്ടേന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു കോമഡി അടിച്ചതായിരിക്കാം. പക്ഷെ അത് വീട്ടിൽ വന്നിരുന്ന് ആ സമയത്ത് നമുക്ക് തോന്നിയില്ലെങ്കിലും ആ സമയത്ത് തന്നെ മറുപടി പറഞ്ഞിട്ട് പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് ആലോചിച്ച് അതിനെ വലുതാക്കി മാറ്റി. പിന്നീട് നമ്മൾ കാണുമ്പോൾ എങ്ങനെയെന്നറിയാം, അവനെ കാണുകയാണ് ഒരു കത്തി എടുത്ത് നമുക്ക് കുത്താന്നുള്ള ദേഷ്യമാണ് തോന്നുന്നത്. അത്രയ്ക്ക് നമ്മൾ അത് പെരിപ്പിച്ചു അല്ലെ? ആളോടുള്ള വൈരാഗ്യം. എന്നിട്ട് അവനെതിരെ നമ്മൾ പിൻവാതിലിൽ കൂടെ എന്തെങ്കിലും ചെയ്യാനായിട്ട്, ഇവനെ നേരിട്ട് ആക്രമിക്കാൻ പറ്റത്തില്ലെങ്കിൽ ഇവനെ ഒളിഞ്ഞു തെളിഞ്ഞ് ആക്രമിക്കാനായിട്ടുള്ള നമ്മൾ മനസ്സ് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അല്ലെ? അത്രയ്ക്ക് കഠിനമാണ് ഈ മനസ്സ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ അങ്ങനെ ഈ ഒരു പ്രഭുജി ബുദ്ധിമാനായ പറയൂ മാതാജി, പ്രഭുജി അത് ഏതിലെന്ന് പറയട്ടാ, ഞാൻ ഏതിലെന്ന് പറയട്ടാ പ്രഭുജി? അത് പറയൂ. ഭാഗവതത്തില് പ്രഥമ പാദത്തിലാണ് ആ വരി ഉള്ളത്. ഭാഗവത കോപം കൊണ്ട് കീർത്തനത്തിൽ. ആ, ശപിക്കരുതായിരുന്നു. അത് തന്നെ. ആ ഭാഗവത കീർത്തനത്തിൽ. സമസ്ത ഹരിനാമ കീർത്തനല്ല, സുഖവും ഭാഗവത ദുഃഖവും കീർത്തനം. അനുഭവം പോയാൽ ഭാഗവത്തില് കോപം കൊണ്ട് പോയാൽ ശപിക്കരുതാനും സമമിക നാരായണായ ഭഗവൻ മയമെന്നോർക്ക സമസ്തം സുഖവും ദുഃഖവും സുഖവും അനുഭവ ദുഃഖവും അനുഭവം കാലം പോയാൽ പോയാൽ സമമിക. സമമിക നാരായണായ. ഞാൻ അഭിമാനം എനിക്കതിപ്പോ ചോദിച്ചു ഓർമ്മ അല്ലെ? എല്ലാവർക്കും തെറ്റുപറ്റിപ്പോയി, എനിക്ക് അടക്കം അല്ലെ? ഹരിനാമ കീർത്തനത്തിലല്ല അത്. അല്ല. പക്ഷെ അതിന്റെ ട്യൂൺ കേട്ട് കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞത് ഞാന് ഭാഗവത കീർത്തനം എന്നാണ്. അതെ, നിങ്ങളൊക്കെ കൂടിയാണ് ആ ഹരിനാമ കീർത്തനം എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ അപ്പൊ എനിക്കൊരു അതുകൊണ്ട് സംശയം ഉണ്ടായിരുന്നു. ഞാൻ മിക്കവാറും ഇത് പാടുന്ന കാര്യം അതിന്റെ ട്യൂണ് വന്നു കഴിഞ്ഞ് ഭാഗവതത്തിലാണ്. കഴിഞ്ഞാൽ ഞാൻ അതാ ചോദിച്ചത്, പല്ലവി പാടാണ്ട് അതിന്റെ ട്യൂൺ വന്നു കഴിഞ്ഞാൽ അത് കോപം ഹരിനാമ കീർത്തനത്തിൽ. കൊണ്ട് ശപിക്കരുതാരും ഭഗവന്മയമെന്നോർക്ക സമസ്തം സുഖവും ദുഃഖവും അനുഭവകാലം പോയാ സമമിക നാരായണ ജയ. ഹരേ കൃഷ്ണ. ഹരേ അപ്പം കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അപ്പൊ അങ്ങനെ നമ്മള് കണ്ടു, ഈ ഇന്ദ്രിയങ്ങൾ സിഗ്നൽസ് കൊടുക്കുന്ന അനുസരിച്ചിട്ടാണ് മനസ്സ് അതിനെ എടുത്തിട്ട് വൈകൃതമാക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലെ? അപ്പം ഈ ശരിക്കുള്ള ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരാള് ഈ പറയുന്ന ഇന്ദ്രിയങ്ങൾ കൊടുക്കുന്ന സിഗ്നൽസിന് അനുസരിച്ചിട്ട് എന്ത് ചെയ്യില്ല, അതിനനുസരിച്ചിട്ട് അവര് വൈകാരികമാകില്ല. കാര്യം ഈ ശരീരം ടെമ്പററി ആണ്. അതുപോലെ ഈ സുഖവും ദുഃഖവും എന്താണ്, ഒരിക്കലും അത് സ്ഥായിയല്ല, അത് മാറി മറിച്ചുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിലുള്ള സുഖം എന്താണെന്ന് അവര് മനസ്സിലാക്കും. അപ്പം ഈ ആ, ബുദ്ധിമാന്മാർ ഒരിക്കലും ഇതിന് സന്തോഷം കൊള്ളുകയില്ല എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത്. യഥാർത്ഥത്തിലുള്ള സുഖം എപ്പോഴാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ആത്മാവിന് ആനന്ദവും പരമാത്മാവിന് പരമാനന്ദവും ഉണ്ടാകുന്ന സമയത്താണ് യഥാർത്ഥത്തിലുള്ള സുഖം അല്ലെങ്കിൽ ആനന്ദം ഉണ്ടാകുന്നത്.
നമ്മൾ ഓർക്കും ഒരു സിനിമ കാണുമ്പോൾ ആ 2 മണിക്കൂറിന് നമ്മൾ ചിരിച്ചു കണ്ടുവെങ്കിൽ അതായിരിക്കും യഥാർത്ഥത്തിൽ സുഖം, ആനന്ദം എന്ന് നമ്മൾ വിചാരിച്ചെങ്കിൽ അത് തെറ്റ്. പക്ഷെ നമ്മളുടെ ആത്മാവിന് അതുകൊണ്ട് എന്തെങ്കിലും സന്തോഷം ഉണ്ടാകുമോ? ആത്മാവിന് ആനന്ദം ഉണ്ടാകുമോ? നമ്മൾ ഇല്ല. ശരീരത്തിന് സന്തോഷം ഉണ്ടായി, ആത്മാവിന് ഉണ്ടാകില്ല. ശരീരത്തിന് ഉണ്ടാകുന്ന എന്താണ്? വെറും ടെമ്പററി ആണ്. ആത്മാവ് എപ്പോഴാണ് സന്തോഷിക്കുന്നത്? പരമാത്മാവിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് എപ്പോൾ ചെയ്യുന്നുവോ അപ്പോഴാണ് ആത്മാവിന് സന്തോഷം, ആനന്ദം ഉണ്ടാകുന്നത്. നമ്മൾ പരമാത്മാവിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുക. പരമാത്മാവായിട്ടുള്ള ഭഗവാന് വേണ്ടിയിട്ട് നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുമ്പോഴാണ് ആ പറയുന്ന പരമാത്മാവിന് പരമാനന്ദം ഉണ്ടാകും. പരമാത്മാവിന് ഉണ്ടാകുന്ന അവസ്ഥ പരമാനന്ദം, ജീവാത്മാവിന് ആനന്ദവും ഉണ്ടാകുന്നു. അപ്പൊ എപ്പോഴാണോ ഒരു ജീവാത്മാവ് പരമദിവ്യോത്തമ പുരുഷനായ പരമാത്മാവായിട്ട് കുടികൊള്ളുന്ന ആ ഭഗവാന് വേണ്ടിയിട്ട് ഭക്തിയുത സേവനം ചെയ്യുന്നുവോ അല്ലെങ്കിൽ കൃഷ്ണാബോധത്തിൽ പ്രവർത്തിക്കുന്നുവോ അപ്പോഴാണ് ആ പറയുന്ന പരമാത്മാവിന് പരമാനന്ദം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ആ ഭക്തിയുത സേവനം ചെയ്യുക, ഡിവോഷണൽ സർവീസ്, അതാണ് ഈ ആനന്ദം. അല്ലാതെ ഈ സുഖവും ദുഃഖവും, നമ്മൾ ഈ കാണുന്ന സുഖവും ദുഃഖവും അത് ഇന്ദ്രിയങ്ങൾക്ക് മൂലം മനസ്സിനുണ്ടാകുന്ന ഒരവസ്ഥ മാത്രമാണ്. അത് വളരെ താൽക്കാലികമാണ്. അത് എന്താണ്, അത് നമ്മളെ സ്ഥായിയായി നമ്മളെ കൊണ്ടുപോകത്തില്ല. ഈ സുഖവും ദുഃഖവും ഒന്നും നമ്മളെ അങ്ങോട്ടേക്ക് ടേക്ക് ഓവർ ചെയ്യുന്ന എന്താണ്, പരമാത്മാവിന് എപ്പോൾ ഒരു ജീവാത്മാവിന്റെ നേരെ തിരിഞ്ഞു നോക്കുന്നു, അല്ലെങ്കിൽ ആ പരമാത്മാവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മാത്രമേ ഉള്ളൂ എന്താണ് ഈ പറയുന്ന ആനന്ദാവസ്ഥ ആത്മാവിന് കിട്ടത്തുള്ളൂ. കാര്യം പരമാത്മാവിന്റെ ഒരു ചെറിയ അംശമാണ് ആത്മാവ്. അപ്പം ആ പരമദിവ്യോത്തമ പുരുഷൻ സന്തോഷിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന്റെ അംശമായ ജീവാത്മാവിന് തീർച്ചയായിട്ടും ആനന്ദം ഉണ്ടാകാതിരിക്കില്ല. അപ്പൊ ആ ഒരു അംശം മാത്രമാണ് ആനന്ദം. അപ്പൊ ആ ആനന്ദാതിരേക വേളയിൽ നമ്മൾ എന്താണ് ഈ ഭഗവാനുമായിട്ടുള്ള ആ സമ്മേളനം, ഈ ഇതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്, അല്ലെ? ആ ഒരു ലെവലിലേക്ക് എത്തിച്ചേരുക, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് മിലനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭൂതി, അല്ലെ? ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം പൂർണ്ണാമൃതാസ്വാദനം. ഇത് ഏത് ശ്ലോകമാണ്? എവിടുന്ന് അടുത്താണ് പാടിയത്? ഇത് ആർക്കറിയാവുന്നത്? സ്വാദനം സർവാത്മാ സ്നവനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. സർവാത്മാ സ്നവനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. അതായത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപം, അല്ലെങ്കിൽ നമ്മൾ സംഘം ചേർന്ന് ജപിക്കുമ്പോൾ ശ്രീകൃഷ്ണ സങ്കീർത്തനം, സംഘം ചേർന്ന്, ഒരാളല്ല, സംഘം ചേർന്ന് നമ്മളിങ്ങനെ ജപിച്ചു കഴിയുമ്പോൾ എന്താണ്? ആനന്ദ അമ്പുതി, ആനന്ദത്തിന്റെ അമ്പുതി ഉണ്ടാകുന്നു. നമ്മുടെ ശരീരം മുഴുവൻ എന്താ എഴുതും? പുളകം, രോമങ്ങൾ മുഴുവൻ എണീറ്റിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ആനന്ദം കൊണ്ട് കണ്ണിൽ കൂടെ എല്ലാം അശ്രുക്കൾ വീണു, അല്ലെ? ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ളൊരു ഭക്തി അല്ലെങ്കിൽ ഭക്തിമാൻ ആകുന്ന ഒരു അവസ്ഥ വരുന്നത്, അല്ലെ? അത് എങ്ങനെ നമുക്ക് ഉണ്ടാകും? അത് പ്രാക്ടീസ് കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, അല്ലെ? അല്ലെങ്കിൽ ഭക്തജന സംഘവുമായിട്ട് ചേർന്നിരുന്നാൽ മാത്രമേ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തത്തുള്ളൂ, അല്ലെ? ചേതോ ദർപ്പണമാർജനം, ചേതോ ദർപ്പണം, അതായത് ചേതമാകുന്ന അല്ലെങ്കിൽ മനസ്സാകുന്ന ദർപ്പണത്തില്, കണ്ണാടിയില് എന്താണ്? അത് മുഴുവൻ പൊടിപടലങ്ങൾ കൊണ്ട് അത് കാണാൻ വയ്യാതിരിക്കുക, അല്ലെ? നമ്മുടെ മനസ്സാകുന്ന ദർപ്പണം എന്താണ്? ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള പാപങ്ങൾ മൂലം അത് ഈ പൊടിപടലങ്ങൾ കാരണം ഇരിക്കുകയാണ്, അല്ലെ? നമ്മളിങ്ങനെ ഒരു അടച്ചിട്ട മുറിയിലേക്ക് കയറി വന്നു കഴിയുമ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞ പോലെ, ഒരു അടച്ചിട്ട മുറിയിലേക്ക് കയറി പൊടിപടലങ്ങളാണ്, അല്ലെ? നമ്മൾ ആ അടച്ചിട്ട മുറി എല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി തളിച്ച് ആ കണ്ണാടിയൊക്കെ ഇങ്ങനെ ഒന്ന് പൊടിയൊക്കെ മാറ്റി കഴിയുമ്പോൾ നമ്മുടെ ബിംബം അതില് തെളിഞ്ഞു കാണാം. എന്നിരുന്നു കഴിഞ്ഞാലും ആ മുറിയിലേക്ക് നമ്മളൊരു വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ വെളിച്ചം വന്നുവെങ്കിലും അപ്പോഴും പൊടിപടലങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് വീണുകൊണ്ടിരിക്കും. കാര്യം അതിൻ്റെ അകത്ത് നിന്ന് പോകാനായിട്ട് കുറെ സമയം എടുക്കും, അല്ലെ? എത്ര വൃത്തിയാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറെ നാളായിട്ട് അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ എവിടുന്നെങ്കിലും ഒക്കെ പൊടിപടലങ്ങൾ വന്നുകൊണ്ടും പോയിക്കൊണ്ടും ഇരിക്കും, അല്ലെ? അപ്പൊ അതുകൊണ്ട് ആ പൊടിപടലങ്ങൾ മാറാനായിട്ട് എന്ത് ചെയ്യണം? ചിത്തവിശുദ്ധി വരുത്താൻ വേണ്ടിയിട്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് എന്താണ് ഈ പൊടിപടലങ്ങൾ പതിയെ 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 മാറുള്ളൂ. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നാമം ജപിച്ചു കൊള്ളുമ്പോ ഈ പൊടിപടലങ്ങൾ അവിടെ ഇളകി മറിഞ്ഞ് അവിടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതായത്
മുറി വൃത്തിയാക്കുന്നതിന്റെ ഇടയിലും പൊടിപടലങ്ങൾ മുകളിൽ നിന്ന് ഓടിന്റെ ഇടയ്ക്കൊക്കെ ഉള്ളത് താഴോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയില്ല, അവിടെ അവിടെ ഇരിക്കുന്നത് അല്ലെ, ഇങ്ങനെ താഴോട്ട് കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനെ എന്താണ് പറയുന്നത്? നമ്മളെ ഈ നാമം ജപിച്ച് കഴിഞ്ഞും നമുക്ക് കുറെ പ്രശ്നങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. അതെന്താണ്? ഈ പറയുന്ന പൊടിപടലങ്ങളെല്ലാം താഴേക്ക് വീണ് 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 അത് ഈ ഹരിനാമമാകുന്ന ആ എന്താണ് ബ്രഷ് ഇട്ടിട്ട് നമ്മൾ അത് തുടച്ചു മാറ്റി വൃത്തിയാക്കി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? ഈ ദർപ്പണം വൃത്തിയായി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലിരിക്കുന്ന ആളെ കാണാൻ സാധിക്കും. ഈ ദർപ്പണം ഇപ്പോൾ എന്താണ് പൊടി മൂലം അടഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഉള്ളിലിരിക്കുന്ന ആളെ കാണാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ നമ്മളെ തന്നെ കാണുക എന്ന് പറയുന്നില്ലേ, നമ്മൾ നമ്മളെ തന്നെ കാണുന്ന അവസ്ഥ, ഉള്ളിലേക്ക് നോക്കൂ ഉള്ളിലേക്ക് നോക്കുന്ന ആചാര്യന്മാരൊക്കെ പറയുന്ന അവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് എന്താ ഉണ്ടാകുന്നത്? ആനന്ദാംബുതി വർദ്ധനം പ്രതിപദം പൂർണ്ണ അമൃതാസ്വാദനം. പൂർണ്ണമായിട്ടുള്ള അമൃത് കുടിച്ച മാതിരിയുള്ള ആസ്വാദനമാണ്, പൂർണ്ണമായിട്ടുള്ള അമൃത്. അപ്പൊ അത് എപ്പോഴാണ് ആസ്വാദനം ഉണ്ടാകുന്നത്? പരമാത്മാവിന് ആനന്ദം ഉണ്ടാകും, പരമാനന്ദം ഉണ്ടാകുമ്പോഴാണ് ഈ പൂർണ്ണ അമൃതകുംഭം കഴിച്ച ആസ്വാദനം ഉണ്ടാകും. പൂർണ്ണാമൃതാസ്വാദനം സർവാത്മാ സ്നപനം പരം വിജയതേ ശ്രീകൃഷ്ണ സങ്കീർത്തനം. അപ്പൊ ശ്രീകൃഷ്ണ സങ്കീർത്തനത്താലാണ്. നമുക്കറിയാം ഡിവോട്ടീസുമായിട്ടുള്ള പരിക്രമത്തിനൊക്കെ പോകുമ്പോഴത്തേക്കിനും നമ്മളെല്ലാം മറന്ന് നമ്മളുടെ ജോലി, നമ്മളുടെ വ്യക്തിത്വം, നമ്മളെ ആരാണ്, നമുക്ക് ഡാൻസ് കളിക്കാനൊക്കെ നാണല്ലേ. പ്രായമുള്ള അമ്മമാര് വിചാരിക്കും ഞാൻ ഈ പ്രായത്തിൽ തന്നെ ഡാൻസ് കളിക്കുന്നു, ആണുങ്ങൾ വിചാരിക്കും ആണുങ്ങൾ ഡാൻസ് കളിക്കുന്നു അല്ല. പക്ഷെ നമ്മള് ഈ വൃന്ദാവനത്തിലൊക്കെ പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ ആ രമണരത്തിയിൽ കിടന്ന് ഞാൻ പോലും അറിഞ്ഞില്ല. നമ്മൾ അവിടെ കിടന്ന് ഇളകി മറിഞ്ഞ് ആ മണ്ണിൽ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ദേഹം മുഴുവൻ മണ്ണ് വാരിയിട്ടിട്ടുള്ള ഒരു ആനന്ദാതിരേക വേളയാണ് അല്ലെ. അങ്ങനെ ഒരു സംഭവം നമ്മളിൽ ഉണ്ടാകും. നമ്മള് അമാനീന മാനദേന കീർത്തനീയ സദാഹരി. നമ്മള് ആരാണ് എന്നുള്ള മാനമൊക്കെ നമ്മൾ വെടിയും. നമ്മള് എന്താണ്, നമ്മൾ ഇന്ന ആളാണ്, ഇന്ന വീട്ടിലത്തെ ആളാണ്, നമ്മള് എന്താണ്, നമ്മള് ഒരു വലിയൊരു സംഭവമാണെന്നുള്ളതൊക്കെ വെടിയും അല്ലെ. നമ്മളുടെ യഥാർത്ഥത്തിൽ നമ്മൾ എന്താണെന്ന് വിചാരിച്ചിരിക്കുന്ന അവസ്ഥ മറന്നിട്ട് എന്താണ്, നമ്മൾ ഒറിജിനലി ഭഗവാന്റെ സേവകനാണെന്നുള്ള ആ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് മതിമറന്ന് നമ്മൾ അവിടെ കിടന്ന് ആ ഒരു സങ്കീർത്തനത്തിൽ പങ്കെടുക്കുമ്പോഴാണ് ഈ ആനന്ദാതിരേക വേള ഉണ്ടാകുന്നത്. അപ്പൊ അമാനീന മാനതേ കീർത്തനീയ സദാഹരി, അതായത് കീർത്തനം ജപിക്കുമ്പോഴത്തേക്കിന് നമുക്ക് സദാ ഇതേപോലത്തെ ഒരു അനുഭവം ഉണ്ടാകണം അല്ലെ. അപ്പോൾ എന്താണ് ആ സമയത്ത് എന്തൊക്കെ ഉണ്ടാകും? നയനം ഗളതശ്രുധാരയ വദനം ഗദ്ഗദരുദ്ധയാ ഗിര പുളകൈർ നിജിതം വപൂകഥ തവ നാമഗ്രഹണീ ഭവിഷ്യതി. ചൈതന്യ മഹാപ്രഭു പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, സാക്ഷാൽ ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുകയാണ് അല്ലെ. നയനം ഗളതശ്രുധാരയ, കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ ധാരധാരയായിട്ട് ഇങ്ങോട്ട് വരും അല്ലെ. വദനം ഗദ്ഗദ രുദ്ധയാകര, നമുക്ക് തൊണ്ടയില് ഈ നാമം എല്ലാം ഇരുന്ന് ഉടക്കി പോരുന്നു, ഇങ്ങോട്ടേക്ക് പുറത്തേക്ക് വരുന്നില്ല. ഇത്ര പേർക്ക് ഈ അനുഭൂതി ഉണ്ടാകുന്നുണ്ട്. വദനം ഗദ്ഗദ രുദ്ധ പുളകൈർ നിജിതം വപുകഥ, ഭഗവാന്റെ കഥകളും നാമവും കേൾക്കുമ്പോഴെന്താണ് പുളകം ഉണ്ടാകുന്നത്, ശരീരത്തിലെ മുഴുവൻ രോമങ്ങൾക്ക് എണീറ്റ് നിന്ന് രോമാഞ്ച പുളകിതമാകുന്നു. പുളകൈർ നിജിതം വപുകഥ തവ നാമ ഗ്രഹണേ ഭവിഷ്യതി. ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതാണ് ഭക്തിയുടെ പാരമ്യമായിട്ടുള്ള വിപ്രലംബ ഭാവം. ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലമാണ് വിപ്രലംബ ഭാവം എന്ന് പറഞ്ഞാൽ നമ്മള് അമാനീന, നമ്മൾ ആരാണെന്ന് തന്നെ മറന്നു പോകുന്ന അവസ്ഥ. അതിനെ ചിലര് എന്ത് ചെയ്തു, നമ്മുടെ ഈ ഭൗതിക ലോകത്തുള്ള ആൾക്കാർ അതിനെ പറയുന്നത് ഭ്രാന്ത് എന്ന് പറയും ചിലപ്പോ അല്ലെ. ഇത് ഭ്രാന്താണ് എന്ന് പറയുന്നു അല്ലെ. ശരിക്കും ഈ ഒരു അവസ്ഥയാണ് നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. തവനാമ ഗ്രഹണേ ഭവിഷ്യതി. ആ ഭഗവാന്റെ നാമം കേൾക്കുമ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും എന്താണ്, നമ്മളൊരു ഭക്തിയുടെ ലെവലിലേക്ക് എത്തിച്ചേരുന്നത്. നമ്മളിപ്പോൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന പ്രാക്ടീഷേഴ്സ് മാത്രമാണ്. നമ്മള് എന്താണ്, വെറും ഭക്തിയുടെ പ്രചാരകര് മാത്രമാണ്, അല്ലെ പ്രാക്ടീഷണേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മള് ഇവിടെ കണ്ടുകൊണ്ടിരുന്ന എന്താണ്, യോഗികൾ പരമസത്യത്തിൽ നിന്ന് അനന്തവും ഇന്ദ്രിയാതീതവുമായ ആനന്ദം അനുഭവിക്കുന്നു. അപ്പൊ ഈ യോഗികൾക്ക് ഈ പരമസത്യത്തെ പറ്റി റിസർച്ച് ചെയ്യുന്നവരാണ് യോഗികൾ അല്ലെ. അതിൽ മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണ് യോഗികൾ. പരമസത്യം എന്താണെന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണ് യോഗികൾ. അപ്പം ഈ പരമസത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തുന്ന അവർക്ക്
ഈ ഇന്ദ്രിയാതീതമായ ആനന്ദം അവരും അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ, ഭഗവാൻ എന്ന ആ പരമസത്യത്തിന് രാമൻ എന്നും പേർ പറയുന്നു എന്ന് ശ്രീമദ് ഭാഗവതത്തിൽ 5.5 പറയുന്നുണ്ട്. അപ്പൊ ആ എല്ലാവരെയും രമിപ്പിക്കുന്ന ആ പരമസത്യത്തിന് രാമൻ എന്നും പേരുണ്ട്. അല്ലെ? ആ ഒരു ആനന്ദാനുഭൂതി ഉണ്ടാക്കാനായിട്ട് കഴിവുള്ള ആ ഒരു വ്യക്തിക്ക് രാമൻ എന്ന് പേരുണ്ടെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. യോഗികൾ ആ ഒരു ഇത് മനസ്സിലാക്കി കഴിയുമ്പോൾ അവർക്ക് എന്തുണ്ടാകുന്നു? ആ ഇന്ദ്രിയങ്ങൾക്കും ഉപരിയായിട്ടുള്ള ആനന്ദം ഉണ്ടാകുന്നു. അടുത്തത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആ, ഇപ്പൊ ഈ മനുഷ്യ ജന്മത്തിൽ ഈ വിഷയ സുഖങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നത് കൊണ്ട് യാതൊരു യുക്തിയും ഇല്ല എന്നിവിടെ തീർത്ത് പറഞ്ഞിരിക്കുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആം, ഈ പറയുന്ന ആ ഇന്ദ്രിയങ്ങളായിട്ടുള്ള അനുഭൂതികള് എന്താണ് മലഭോജികളായ പന്നികൾക്കും ലഭ്യങ്ങളാണ് ആ സുഖങ്ങൾ. അപ്പൊ ഈ ജീവിതത്തിൽ നിങ്ങൾ എന്താണ് വേണ്ടത്? ആ, തപസ് അനുഷ്ഠിച്ചാൽ അപരിമിതമായ അതീന്ദ്രിയാനന്ദം അനുഭവിക്കാണ്ട് കഴിയും. അപ്പോൾ ഈ യുഗത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ തപസ് അനുഷ്ഠിക്കുക എന്ന് ഉദ്ദേശിച്ച് നിങ്ങൾ ഓർക്കണം, വനത്തിൽ പോയി ഇങ്ങനെ ഏകാന്തരമായിട്ട് ഇങ്ങനെ ഇരിക്കുക, അതിനെയല്ല തപസ്. നമ്മൾ ഹരിനാമം എന്ന തപസ് നമ്മൾ എടുക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു അനുഭൂതി ഉണ്ടാകുകയുള്ളൂ. അല്ലെ? ഹരിനാമം എന്ന തപശ്ചര്യ നമ്മൾ അനുഷ്ഠിക്കണം. അപ്പൊ ഈ ഒരു യുഗത്തിൽ നമുക്കറിയാം ദേവേന്ദ്രന്റെ അവസ്ഥ എന്തായിരുന്നു എന്നറിയാം. ദേവേന്ദ്രൻ ശാപം കിട്ടി പന്നിയായി മാറി, അല്ലെ? പന്നിയായി മാറി. പന്നിയുടെ പ്രത്യേകത എന്താണ്? ഒരു ഗർഭത്തിൽ തന്നെ ഒരുപാട് കുട്ടികളാണ്, അല്ലെ? അപ്പം മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് ദേവേന്ദ്രൻ ഇങ്ങനെ കുറെ പന്നിക്കൂട്ടങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഈ അതീന്ദ്രിയമായ കണ്ണുകളുള്ള ആളാണ് നാരദമുനി. നാരദമുനി ഇങ്ങനെ ഭൗതിക ലോകത്തിൽ ഇങ്ങനെ വന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ദേവേന്ദ്രനാണ് ഈ പന്നിയുടെ വസ്ത്രം ധരിച്ചിട്ട് ഇങ്ങനെ കുറെ ഭാര്യമാരും കുറെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്, അല്ലെ? അപ്പം എന്താണ് അമേധ്യമാണ് കഴിക്കുന്നത്, അല്ലെ? ഭക്ഷണം അമേധ്യാണല്ലേ? എവിടെ നിന്നിരുന്ന ദേവരാജനാണ്? ദേവലോകത്ത് ആ, ഇത് സർവ സന്നാഹങ്ങളോടും അധികാരങ്ങളോടും സർവ്വ സൗഭാഗ്യങ്ങളോടും ഇരുന്ന ദേവേന്ദ്രൻ എവിടെയാണ് കിടക്കുന്നത്? അതിലും കൂടുതൽ സൗഭാഗ്യം അനുഭവിച്ചിട്ടാണ് എവിടെയാ കിടക്കുന്നത്? മലത്തിൽ. ദേവലോകത്തിൽ ദേവേന്ദ്രൻ അനുഭവിക്കുന്നതിനേക്കാളും കൂടുതൽ സുഖം ഇപ്പോൾ എന്താണ് പന്നിയുടെ ശരീരത്തിൽ കിട്ടുന്നു. കാര്യം പന്നിക്ക് വേറെ കാര്യത്തിൽ ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? ഇഷ്ടാനുസരണം എന്താണ് ഭക്ഷിക്കാനായിട്ടുണ്ടല്ലേ? അതുപോലെ തന്നെ ഇന്ദ്രിയ സുഖാനുഭൂതി ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ഒരുപാട് മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇഷ്ടാനുസരണം ഭക്ഷണവും കഴിച്ച് ഇങ്ങനെ നടക്കുകയാണ്. എന്തെങ്കിലും വേറെ കാര്യം അറിയാനുണ്ടോ? ഇല്ലല്ലേ? അപ്പൊ അങ്ങനെ ഈ ദേവേന്ദ്രന്റെ ഈ ഒരു അവസ്ഥ കണ്ട് നാരദമുനിക്ക് ആകെ പരിതാപമായി കഴിഞ്ഞ് നാരദമുനി ചെന്ന് ഈ പന്നിയുടെ അടുക്ക ചെന്ന് പറയുകയാണ്, താങ്കൾ ദേവേന്ദ്രനാണ്, പന്നിയുടെ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്, ഇനി തിരിച്ച് ദേവലോകത്തേക്ക് പോകണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറയാണ്, എനിക്ക് ഈ ഒരു അവസ്ഥ വിട്ടിട്ട് പോകാനായിട്ട് എനിക്ക് പറ്റില്ല. കാര്യം ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയി. ഞാൻ ഒരുപാട് ആനന്ദം അനുഭവിക്കുന്നു. ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഞാൻ അതിന് മാത്രം ആനന്ദം അനുഭവിക്കുന്നു. ശരിക്കും എന്താണ് ആ ഭക്ഷണം എന്ന് നമുക്കറിയാലോ, നമ്മുടെ വിസർജ്യം. ആ വിസർജ്യത്തിൽ ഞാൻ ആനന്ദം അനുഭവിക്കുന്നു. എനിക്ക് ഇഷ്ടം പോലെ ഇന്ദ്രിയ സുഖഭോഗങ്ങളാണ് ഇവിടെ കിട്ടുന്നത്, അല്ലെ? അതുപോലെ ഇഷ്ടം പോലെ അസംഖ്യം ഭാര്യമാര്, കൊച്ചുമക്കളെ അടക്കം എല്ലാം ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടല്ലേ? ഒന്നിനും ഒരു കുറവുമില്ല. എല്ലാത്തിനും കൊണ്ട് ഞാൻ സംതൃപ്തനാണ് എന്ന് നാരദ മുനിയോട് പറയുകയാണ്. അപ്പൊ നാരദ മുനി പറയുവാണ്, യഥാർത്ഥത്തിൽ നീ ഇവിടെ കിടന്ന് നീ ഇങ്ങനെ കാണുന്ന ഈ ഒരു ആനന്ദമല്ല യഥാർത്ഥത്തിലുള്ള ഒരു ആനന്ദം. ബാക്കിയുള്ളവരുടെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ഏതാണ്? അത് അമേദ്യമാണല്ലേ, വിസർജ്യമാണല്ലേ? ആ വിസർജ്യത്തിൽ ആനന്ദം കണ്ടെത്തുന്നു. കൃമികൾ എന്താണ് ചെയ്യുന്നത്? വിസർജ്യത്തിൽ ആനന്ദം കാണുകയാണല്ലേ? അത് അവരുടെ ഭക്ഷണമാണല്ലേ? അപ്പം നമ്മൾ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഉയർന്ന ജീവാത്മാക്കൾ നോക്കുമ്പോൾ അതിനെ നമ്മൾ മോശമായിട്ട് കാണുന്നു. യഥാർത്ഥത്തിൽ അത് വിസർജ്യമാണെങ്കിലും. അപ്പം ഇവിടെ നാരദമുനിയുടെ അസോസിയേഷൻ കൊണ്ട് തിരിച്ച് ദേവേന്ദ്രന് തിരിച്ചു അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു അവസരം ഉണ്ടാകുന്നതായിട്ടാണ് ആ കഥ പറയുന്നത്. എന്നിരുന്നാൽ തന്നെയും ദേവേന്ദ്രന് ആ ഒരു യഥാർത്ഥ സ്വരൂപം തന്നെ വിട്ടുപോയി. കാര്യം ഞാൻ ദേവരാജനാണ്, ശാപം കൊണ്ട് ഇവിടെ വന്നതാണ് എന്നൊന്നും
ഉള്ള കാര്യമൊക്കെ അദ്ദേഹം മറന്നുപോയി ആ വസ്ത്രത്തിൽ കയറിയപ്പോൾ. അപ്പൊ നമ്മളുടെ ഒക്കെ അവസ്ഥ ഇതാണ് അല്ലെ. ഈ ഏത് ഏത് വസ്ത്രം കിട്ടുന്നോ നമ്മൾ ആ വസ്ത്രത്തിന് അനുയോജ്യമായിട്ടുള്ള ജീവിത രീതി ധരിക്കും. യഥാർത്ഥത്തിൽ ഞാൻ ഭഗവാന്റെ ദാസനാണ്, ഭഗവാന് വേണ്ടിയിട്ട് സേവ ചെയ്യേണ്ട വ്യക്തിയാണെന്ന് നമ്മൾ വിചാരിക്കാത്തത് കൊണ്ട് നമ്മൾ എന്താണ് അനേകം അനേകം ജന്മങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു മനുഷ്യ ജന്മത്തിൽ എത്തി നിൽക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇനി നമ്മള് വേണ്ട രീതിയിൽ ചെയ്തിട്ടില്ല എങ്കിൽ ഏതെങ്കിലും കാരണവശാൽ ഈ ലോവർ കാറ്റഗറിയിലുള്ള ജീവിതത്തിലേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാലോ, എത്ര വർഷം വേണം വീണ്ടും ഒരു മനുഷ്യജന്മം കിട്ടിയിട്ട് ആ മനുഷ്യജന്മം കിട്ടുമ്പോ ഈ കലിയുഗത്തില് നമ്മള് ഈ കലിയുഗം തന്നെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല അല്ലേ. പിന്നെ ചിലപ്പോ ഒരു പക്ഷെ അടുത്ത കലിയുഗം വരണമെങ്കിൽ അത്രയും വർഷം നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വരും അല്ലെ. ഇതിപ്പോ ഈ കലിയുഗം കഴിഞ്ഞാൽ ഉടനെ വീണ്ടും സത്യയുഗം തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഈ യുഗങ്ങളിൽ ആ സത്യയുഗത്തിൽ 1,00,000 വർഷമാണ് ആയുസ് അല്ലേ. അപ്പൊ എത്ര വർഷം ഒരു ജീവന് വേണ്ടിയിട്ട് ചിലപ്പം വെയിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പം വേറെ കലിയുഗം നടക്കുന്ന വേറെ ഏതെങ്കിലും ബ്രഹ്മാണ്ടത്തിലേക്ക് പോകാം. അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും എന്താണ് പറയുന്നത് യുഗങ്ങളിലേക്ക് മാറ്റപ്പെടാം. ഇതൊന്നും നമുക്കറിയുന്ന കാര്യങ്ങളല്ല, നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന കാര്യങ്ങളും അല്ല അല്ലെ. അല്ലെങ്കിൽ വർഷങ്ങളോളം തന്നെ പിതൃലോകത്ത് കാത്തുകിട്ടിയിരിക്കേണ്ടി വരും. ആ എന്താണ് ആ, വളരെ ഏറെ ഏറിയ യാതനകളോടുകൂടി കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഓരോരുത്തർക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ നമ്മൾ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ഈ കലിയുഗത്തിൽ ഇതിന്റെ പ്രത്യേകത, രണ്ട് പ്രത്യേകതയുണ്ട്. എന്താണ് ഈ 28ാമത്തെ ചതുർയുഗത്തിന്റെ പ്രത്യേകത എന്താണ്? ബ്രഹ്മദേവന്റെ ഈ 28ാമത്തെ ഈ മന്വന്തരത്തിലെ ചതുർയുഗത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾക്ക് ഈ ചതുർയുഗത്തിൽ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചിട്ട് വെറും 5500 വർഷങ്ങളെ ആയിട്ടുള്ളൂ. നമ്മളപ്പോ അതിന് തൊട്ടടുത്ത് തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു ജീവാത്മാവാണ് അല്ലെ. കാര്യം വൃന്ദാവനവും ഇതെല്ലാം നമുക്ക് പോയാൽ കാണാം അല്ലെ. ഇവിടെ വൃന്ദാവനം കാണാത്തവരായിട്ട് ചിലപ്പം വളരെ കുറച്ച് പേരെ കാണത്തുള്ളൂ അല്ലെ, ഒന്നോ രണ്ടോ പേര്. ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ട് അല്ലെ. അപ്പം നമുക്ക് തൊട്ടടുത്ത സംസ്ഥാനത്താണ് ആ ഭഗവാൻ അവതരിച്ചത്. നമ്മുടെ ഭാരതത്തിലാണ്, ആ ഭാരത മണ്ണിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത് അല്ലെ. ഭഗവാൻ അവതരിച്ചിട്ട് ഇത്രയും വർഷങ്ങളെ കഴിഞ്ഞുള്ളൂ. അതുപോലെ ചൈതന്യ മഹാപ്രഭു എല്ലാ ചതുർയുഗത്തിലും ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു നമുക്ക് ഹരിനാമം തന്നു. അതുകൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് അല്ലെ. ചൈതന്യ മഹാപ്രഭു ഹരിനാമം തന്നതുകൊണ്ടാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ഈ നാമം ജപിച്ചാൽ തന്നെ നമ്മൾ പോകാൻ പറ്റുമെന്നൊന്നും ഒരു ധാരണയില്ല. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ വീണ്ടും വീണ്ടും യുഗങ്ങൾ മാറിക്കൊണ്ടിരിക്കും, ആൾക്കാർക്ക് ഇത് അറിയത്തില്ല. ഈ ഹരിനാമം ജപിച്ചാൽ പോകാമെന്നുള്ള കാര്യം അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥ വരും അടുത്ത യുഗങ്ങളിലൊക്കെ വരുമ്പോൾ. കാര്യം ഇനിയും ചൈതന്യ മഹാപ്രഭു അവതരിക്കണമെങ്കിൽ ഒരുപാട് വർഷങ്ങൾ കഴിയുമെന്നാണ് കൃത്യമായിട്ടൊരു ഇത് കണക്കുകളൊക്കെ ഉണ്ട്. എനിക്ക് ആ കണക്കുകൾ ഇപ്പൊ പറയാൻ അറിയില്ല. അത്രയും സമയം എടുക്കും. അതുവരെ അതുവരെ കാത്തുകെട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എത്രയും ഭാഗ്യശാലികളാണ്. ശ്രീകൃഷ്ണ ഭഗവാനും ചൈതന്യ മഹാപ്രഭുവും രണ്ടുപേരും ഒരുമിച്ച് അടുത്തടുത്ത സമയങ്ങളിൽ വരാനായിട്ടുള്ള സാധ്യതയും വളരെ കുറവാണ്. അപ്പൊ നമ്മൾ വളരെ ഭാഗ്യവാന്മാരാണ്. രണ്ടുപേരും നമ്മളുടെ വെറും 550 വർഷങ്ങൾക്ക് മുമ്പേ ചൈതന്യ മഹാപ്രഭുവും അതുപോലെ നമ്മളുടെ എന്താണ് അടുത്തുനിന്ന് തന്നെ പറയാം, വെസ്റ്റ് ബംഗാളിൽ ആണ് അദ്ദേഹം അവതരിച്ചത്. അതുപോലെ ഭഗവാൻ അവതരിച്ചത് എന്താണ് ദ്വാപരയുഗം കഴിഞ്ഞിട്ട് ഇത്രയും വർഷങ്ങളെ ആയിട്ടുള്ളൂ എന്ന് നമുക്ക് അഭിമാനിക്കാം. നമ്മൾ അപ്പം ഈ യുഗത്തിൽ ജീവിച്ചിരിക്കുന്ന ജീവാത്മാക്കൾക്ക് വളരെയേറെ സാധ്യതകളാണ്. എന്താണ് വൃന്ദാവനത്തിൽ പോവുക, മായാപുരി പോവുക, അതുപോലെ ജഗന്നാഥപുരിയിൽ പോയി സാക്ഷാൽ പരമ ദിവ്യോത്തമ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ, പുരുഷോത്തമ ധാമം നമ്മളുടെ അടുത്താണ്. ഇതിലൊക്കെ നമുക്ക് അഭിമാനിക്കാം. അപ്പൊ നമ്മൾക്ക് ഈ പറയുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഉള്ള സ്ഥിതിക്ക് നമ്മൾ അത് മിസ്യൂസ് ആക്കി കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ ഒരു അവസരം കിട്ടണമെങ്കിൽ അത് ചിലപ്പം ബഹുനാം ജന്മനാമന്തേ എന്ന് പറയുന്നിട്ടുള്ള ആ ഒരു ശ്ലോകം പറയുന്ന ഒരുപാട് ജന്മങ്ങളൊക്കെ കിട്ടിയിട്ട് ഗുരുവിന്റെയും കൃഷ്ണന്റെയും കൃപ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടാണ്. ആ ഒരു ശ്ലോകം മുഴുവൻ ഞാൻ ഓർക്കുന്നില്ല. ബഹുനാം ജന്മനാമന്തി എന്ന് പറഞ്ഞുള്ള ശ്ലോകമാണ്. ഭാഗ്യവാൻമഞ്ഞ ആ ഒരു ഗുരു, അത് എനിക്ക് തോന്നുന്നത് ഭക്തിരസാമൃത സിന്ധുവിലോ ഉദയസാമൃതത്തിലോ അങ്ങാണ്ടുള്ള ഒരു ശ്ലോകമാണ്. ഗുരു കൃഷ്ണ കൃപാഭയ ഭക്തിലതാ ബീജ എന്ന് പറഞ്ഞാണ് ലാസ്റ്റ് വരുന്നത്. നിങ്ങളൊക്കെ ഒരുപാട് പേരുടെ ക്ലാസ്സിൽ ഇരിക്കുന്നവരായത് കാരണം അത് അറിയാമായിരിക്കും ഈ ശ്ലോകം അല്ലേ. അപ്പൊ യഥാർത്ഥ യോഗികള് ആകട്ടെ വിജ്ഞരായ അതീന്ദ്രിയജ്ഞാനികളാകട്ടെ വിഷയസുഖങ്ങളിൽ ആസക്തരാകാറില്ല. അവരൊരിക്കലും വിഷയസുഖങ്ങളിൽ അവര് ആകത്തില്ല എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ അവര്
ഒരാൾ എത്രയും കൂടുതൽ ഭൗതിക സുഖാസക്തന് അത്രയും കൂടുതൽ ഭൗതിക ക്ലേശങ്ങൾക്ക് ആ, ഇടയായിത്തീരും. അപ്പൊ നമ്മൾ എത്ര കൂടുതൽ ഭൗതികങ്ങൾ ആയിട്ട് നമ്മൾ ആസക്തരാണോ അത്രയും കൂടുതൽ നമ്മൾ ആ ഭൗതിക ആ, ആസക്തി കൊണ്ടുണ്ടാകുന്ന ക്ലേശങ്ങൾക്കും നമ്മൾ ഇടയാകും. അപ്പൊ നമ്മൾ അതിന് ഉദാഹരണം പറഞ്ഞാണല്ലോ അല്ലെ. ജസ്റ്റ് നമ്മൾ ആ കാക്ക വന്ന് പശുവിന്റെ ദേഹത്തു നിന്ന് അതിന്റെ ചെള്ളിനെ എടുക്കുന്ന പോലെ അത്രമാത്രം അപകടമായി തീരും അല്ലെ. ചെറിയൊരു ഭൗതിക സുഖത്തിന് വേണ്ടിയിട്ട് പുറകെ പോയുള്ള അവസ്ഥ അതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഏത് ഭൗതിക സുഖത്തിനും പ്രതിപ്രവർത്തനം ഉള്ളതാണ്. അതെല്ലാം അവസാനം ദുഃഖത്തിലെ കലാശിക്കുള്ളൂ എന്ന്. 23-ാമത്തെ ശ്ലോകം. ശക്നോതി ഹൈവയാ സോ സോഡും പ്രാക്ശരീര വിമോഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സ സുഖീ നരാം ശക്ത ശക്നോതി ഹൈവ യാസോഡും പ്രാക്ശരീര വിമോഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സാ സുഖീ നരഃ ശക്നോതി ഹൈവയാസോഡും പ്രാക്ശരീര വിമോഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്ത സാ സുഖീ നരഃ. ഹരേ കൃഷ്ണ. സുജന മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ വാസുദേവായ. ശക്നോതി ഹൈവയാ സോഡും പ്രാക്ശരീര വിമോചന കാമക്രോധാദ്ഭവം വേഗം സ യുക്ത സ നരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണകുമാരി മാതാജി. ഹരേ കൃഷ്ണ. സ്വപ്നോതി ഹൈവയ്യാസോഡം പ്രാക്ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സ യുക്ത സ സുഖീ നരഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാധവി രാധാ മാതാജി. ശാന്തകുമാരി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. രണ്ടുപേരോട് ഒരുമിച്ച് പഠിച്ചു. ഒരാൾ ശാന്തകുമാരി മാതാജി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശക്നോതി ഹൈവയാ സോഢ്യം പ്രാക്ശരീര വിമോഷണ കാമക്രോധാത്ഭവം വേഗം സായുക്ത സാ സുഖീ നരാ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇല്ല മാതാജി, ഞാൻ പറയാം. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദരുടെ പദാനുപദ തർജ്ജമ. ജയ ശ്രീല പ്രഭുപാദ്. യാതൊരുവൻ ശരീര വിമോഷണ ശരീരത്യാഗത്തിന് പ്രാക് മുമ്പ് ഇഹ ഏവ ഇവിടെ വെച്ച് തന്നെ കാമക്രോധോദ്ഭവം കാമക്രോധങ്ങളിൽ നിന്ന് ജനിച്ച വേഗം ഉദ്വേഗം സോടും സഹിക്കാൻ ശക്നോതി ശക്തനാകുന്നു സ നര ആ മനുഷ്യൻ യുക്തനാകുന്നു നസ അവൻ സുഖിയാകുന്നു. വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. ഈ ശരീരം ത്യജിക്കുന്നതിന് മുമ്പ് ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കാനും കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്നയാൾ നല്ല സ്ഥിതിയിൽ വർത്തിക്കുന്നു. അയാൾ ഈ ലോകത്തിൽ സന്തോഷവാനാണ്. ഗീതാ മാതാജി ഭാവാർത്ഥം. ഹരേ കൃഷ്ണ. ജയ് ശ്രീല പ്രഭുപാദ്. ഭാവാർത്ഥം. ആത്മസാക്ഷാത്കാരത്തിന്റെ വഴിയിൽ ശരിക്കും മുന്നേറണമെങ്കിൽ ഒരാൾ ഭൗതികേന്ദ്രിയങ്ങളുടെ പ്രാബല്യത്തെ നിയന്ത്രിച്ചേ തീരൂ. വാക്ക്, മനസ്സ്, ഉദരം, ജനനേന്ദ്രിയം, രസനോധം ഇവയ്ക്കെല്ലാം ഉണ്ട് ഗണ്യമായ ശക്തി. വ്യത്യസ്തങ്ങളായ ഈ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും കീഴടക്കാൻ സാധിച്ചവൻ ഗോസ്വാമി അഥവാ സ്വാമി എന്ന് വിളിക്കപ്പെടുന്നു. ഈ ഗോസ്വാമികൾ ഇന്ദ്രിയങ്ങളുടെ സ്വാധീന ശക്തിക്ക് വഴങ്ങാതെ സുനിയന്ത്രിതമായ ജീവിതം നയിക്കുന്നവരാണ്. ഭൗതികങ്ങളായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാകാതെ വരുമ്പോൾ കോപാവേശമുളവാകുകയും അങ്ങനെ മനസ്സും കണ്ണുകളും നെഞ്ചും വ്യാകുലമായി തീരുകയും ചെയ്യുന്നു. അതിനാൽ ശരീരത്യാഗത്തിന് മുമ്പ് തന്നെ അവയെ നിയന്ത്രിക്കാൻ പരിശീലിക്കണം. ഇന്ദ്രിയ നിയന്ത്രണം ചെയ്യാൻ കഴിയുമെങ്കിൽ ആത്മസാക്ഷാത്കാരത്തിൽ ഒരാൾ സന്തുഷ്ടനാകുന്നു. നിരന്തര പരിശ്രമം കൊണ്ട് കാമക്രോധങ്ങൾ നിയന്ത്രിക്കേണ്ടത് അതീന്ദ്രിയവാദികളുടെ കടമയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എവിടെയായിരുന്നു മാതാജി? കാണാനില്ലായിരുന്നു. തിരക്കായി പോയ അതെ. ഓരോ തിരക്കുകളായിരുന്നു.
അതായത് കൊച്ചുമോനെ ഇന്ന് കാണുന്നില്ല, അവിടെ പോയി? കൊച്ചുമാൻ എന്റെ പുറകിലൊക്കെ ഉണ്ട് ഇവിടെ. കുറച്ചുകൂടെ ഉണ്ടല്ലേ? വളർന്നില്ലേ, ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ആ എൽ അതെ കെ അല്ലേ, ജി പോകാൻ തുടങ്ങി. കരി പോലെ. ഓക്കെ. പല പ്രശ്നങ്ങളും. മോള് ഇവിടെ ചെന്നൈക്ക് പോയിട്ടുണ്ടായിരുന്നു, അവിടെ പോയി കൊണ്ടുവരണം. ഒരു വെള്ളിയാഴ്ച അങ്ങനെയാ പോയത്. അപ്പൊ അന്ന് ബസ്സിലായിരുന്നു സന്ധ്യക്ക്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളായോണ്ട് കയറാൻ പറ്റാന്, ഒട്ടും കയറാൻ സമയം കിട്ടാതെ വന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ നമ്മള് ഈ ശ്ലോകത്തിൽ കണ്ട ഈ ശരീരം ത്യജിക്കുന്നതിന് മുമ്പ് ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കാനും കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്ന ആൾ നല്ല സ്ഥിതിയിൽ വർത്തിക്കുന്നു. അയാൾ ഈ ലോകത്തിൽ സന്തോഷവാനാണ്. അപ്പൊ നമ്മള് രാമായണത്തിലെ ലക്ഷ്മണോപദേശം എത്ര പേർക്കറിയാം? കാണാതെ അറിയാവുന്നവരുണ്ടോ? തത്ര കാമ ക്രോധ ലോഭമോഹാദികൾ ശത്രുക്കളാകുന്നത് എത്രയും എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സമയമുണ്ടല്ലേ. ജന്തുക്കൾ ഭക്ഷിച്ച് കാഷ്ടിച്ചു പോകിലാം, വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടാം, മണ്ണിന് കീഴായി കൃമികളായി പോകിലാം, നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം ത്വങ്മാംസരക്താസ്തി വിൺമൂത്രരേതസാം സമ്മേളനം പഞ്ചഭൂതക നിർമ്മിതം മായാമയമായി പരിണാമിയായുള്ള ഒരു കായം വികാരമായുള്ള നിതധ്രുവം തത്ര കാമക്രോധ ലോഭാദികൾ ശത്രുക്കളാകുന്നത് എന്നതും അറിയുന്നു. ഈ കാമം എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹം. കാമം എന്ന് പറഞ്ഞ ആഗ്രഹം. നമ്മള് ഈ ഭൗതികമായിട്ടുള്ള ആ ആ സാധനങ്ങൾ കാണുമ്പോൾ അതിലെ ആഗ്രഹങ്ങൾ വരിക, കാമം. അപ്പൊ ആ കാമം സാധിച്ചിട്ടില്ലാത്ത ഒരവസ്ഥയിൽ എന്താണ് ഉണ്ടാകുന്നത്? ക്രോധം. അപ്പൊ കാമത്തിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണ് ക്രോധം, അല്ലെ? അപ്പൊ അത് സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നില്ല. ഈ കാമം എന്ന് പറയുന്ന ഒരു സംഭവത്തെ അതിന്റെ കൂടെ ഉണ്ടാകുന്ന ക്രോധം, മതമാത്സര്യങ്ങൾ, നമുക്ക് മാത്സര്യങ്ങൾ ഉണ്ടാകുന്ന ഒക്കെ തന്നെ ഈ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? ചിലർക്ക് ചില സ്ത്രീകളോട് ആഗ്രഹം തോന്നും. അപ്പൊ അതിനു വേണ്ടിയിട്ട് അത് നടക്കാതെ ആ സ്ത്രീ അതിനെ നിരസിക്കുവാണെന്ന് എന്ത് ചെയ്യും? ഒന്നുകിൽ അതിനെ വധിക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ അതിന് വേറെ ഭർത്താവോ അല്ലെങ്കിൽ അതിന് വേറെ കാമുകനോ ഉണ്ടെങ്കിൽ അവരെ കൊല്ലാൻ നോക്കും, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ ഇല്ലാതാക്കാൻ നോക്കും. അല്ല, ഈ ഒരു കാമത്തിന് വേണ്ടിയിട്ട്, ഈ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് അതിന് പുറമെ മറ്റുള്ള പല കാര്യങ്ങളും ചെയ്യും, അല്ലെ? നമ്മൾ ആ ഒരു ജോളി എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുടെ കാര്യം കണ്ടില്ല? എത്ര നാട്ടിൽ എത്ര ആ, അവര് കൊലപാതകമാണ് ചെയ്തിട്ടും ഒരു കൂസലും ഇല്ലാതെ നടക്കുന്ന കണ്ടില്ല, അല്ലെ? ചെറിയ കാമങ്ങൾ സാധിക്കുന്ന ആഗ്രഹങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് അതിന് ബൈ പ്രോഡക്റ്റ് ആയിട്ട് ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് കൈയും കണക്കുമില്ല. മതവും മാത്സര്യവും. മതം എന്ന് പറഞ്ഞാൽ ദമ്പുണ്ടാകും, അഹങ്കാരം ഉണ്ടാകും, അല്ലെ? മാത്സര്യം എന്ന് പറഞ്ഞാൽ അതിനു വേണ്ടിയിട്ട് എന്താണ്? വഴക്കിട്ടടിക്കുക, അല്ലെ? അതിനു വേണ്ടിയിട്ട്. അപ്പം ഈ കാമക്രോധ ലോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അല്ല? ഈ കാമം നഷ്ടപ്പെട്ടു കഴിഞ്ഞുള്ള അവസ്ഥയില്ലേ, അതിൽ നിന്ന് അത് കിട്ടാനായിട്ടുള്ള അവസ്ഥ കിട്ടാതെ വരുമ്പോഴുള്ള ആ ഒരവസ്ഥ ലോഭം. അപ്പൊ കാമക്രോധ ലോഭ മോഹ മതമാത്സര്യം, മോഹ. അപ്പൊ അങ്ങനെ ഈ ഈ മോഹ മതമാത്സര്യങ്ങള് നമുക്കിങ്ങനെ ഓരോന്നിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അത് നമ്മുടെ ശത്രുക്കളാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം, അല്ലെ? അത് തീർച്ചയായിട്ടും നമുക്ക് ഈ പറയുന്ന ഈ ഈ 6 കാര്യങ്ങള് നമ്മളെ എങ്ങോട്ടേക്ക് നയിക്കുകയുള്ളൂ? നരക ലോകത്തിലേക്ക് നയിക്കുകയുള്ളൂ. ഇത് നരകത്തിലേക്കുള്ള ഗേറ്റ് വേസ് ആണ് ഈ 6 കാര്യങ്ങൾ, അല്ലെ? കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ, ഈ 6 കാര്യങ്ങൾ നമ്മള് ഇങ്ങോട്ടേക്ക് നരകത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാനായിട്ട് സാധിക്കും, അല്ലെ? ഇത് നരകത്തിലേക്കുള്ള ഗേറ്റ്, അതെല്ലാം ആ ലക്ഷ്മണോപദേശത്തിൽ രാമായണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഇത് നരകത്തിലേക്ക് പോകാനുള്ള കവാടങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ് ഈ കാര്യങ്ങൾ, ഈ ഇന്ദ്രിയ വിഷയങ്ങളെല്ലാം. ഇതെല്ലാം ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാണ് ഉണ്ടാകുന്നത്, അല്ലെ? നമുക്കൊരു ആഗ്രഹം തോന്നി, അല്ലെങ്കിൽ ഒരു മോഹം തോന്നി, ആ മോഹഭംഗം എന്ന് പറയുന്ന സംഭവം ഉണ്ടായി കഴിയുമ്പോഴാണ് അതിന്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം ഉണ്ടാകുന്നത്, അല്ലെ? അതിൽ നിന്ന് ക്രോധം ജനിച്ചു, ക്രോധത്തിൽ നിന്ന് പിന്നെ കൊലപാതകം, കത്തിക്കുത്തായി, അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് എത്തിച്ചേരുന്നു. ഇതെല്ലാം ഇതിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ്. അപ്പം ഈ ശരീരം ത്യജിക്കുന്നതിന് മുൻപ് ഇന്ദ്രിയ ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കാനും ഈ കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്ന ആൾ നല്ല
സ്ഥിതിയിൽ വർത്തിക്കുന്നു. അപ്പം അങ്ങനെ ഈ കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനൊക്കെ സാധിക്കുന്ന ഒരാള് നമുക്ക് നല്ല സ്ഥിതിയിൽ വർത്തിക്കുന്ന ഒരാളാണ് എന്ന് തന്നെ ഭഗവാൻ ഇവിടെ പറയുന്നു അല്ലെ. അങ്ങനെ ഇവയൊക്കെ നിയന്ത്രിക്കാനാണ് നമുക്ക് എത്ര പേർക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും? അങ്ങനെയുള്ള ആൾ ഈ ലോകത്തിൽ സന്തോഷവാനാണ്. അങ്ങനെ നിയന്ത്രിക്കാൻ സാധിച്ചു എങ്കിൽ അങ്ങനെ എത്ര പേർക്ക് നമുക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നു ഈ കാമക്രോധ ലോഭമോഹ മതമാത്സരാദികളെ? നമ്മള് ഇതിനെ നമ്മൾക്ക് എന്താണ് ഈ മല്ലിക മാതാജിക്ക് തുടർച്ചയായിട്ട് പുറത്തിറങ്ങേണ്ടി വരുന്നു. മാതാജി ക്ഷമിക്കണം, നെറ്റിന്റെ എന്തോ പ്രശ്നമാണ്. മാതാജിക്ക് ഒരു നിമിഷം പോലും ഇതിന്റെ അത് നിൽക്കാൻ പറ്റിയിട്ടില്ല. ഏത് സമയം പുറത്തിറങ്ങുക, തിരിച്ചു വരിക, എന്തോ നെറ്റുള്ള സ്ഥലത്തേക്ക് മാതാജി ഒന്ന് മാറിയിരിക്കുക. അപ്പൊ നമ്മള് അവിടെ കണ്ടത് എങ്ങനെ നമുക്ക് ഈ ഈ പറയുന്ന ഈ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കും, ബ്രഹ്മസംഹിതയില് നമുക്കൊരു ശ്ലോകമുണ്ട്. ശ്രിയാ കാന്ത കാന്ത പരമപുരുഷ കൽപ്പതരവോ ദ്രുമാ ഭൂമി ചിന്താമണി ഗണമയി തോയമമൃതം കഥാഗാനം നാട്യം ഗമനമഭി വംശീ പ്രിയസഖി ചിദാനന്ദൻ ജ്യോതി പരമവി തഥാസ്വാദ്യമവിച്ച സയത്ര ക്ഷീരാബ്ദി സുരഭി ശശ്ച സുമുഖാൻ നിമേഷാർത്ഥാഖ്യോ വാ വ്രജതിനഹി യത്രാവി സമയ ഭജേ ശ്വേത ദീപം തമഹമിക ഗോലോകമിതിയം വിദന്തസ്തെ സന്തസ്ഥിതി വിരള ചാരാകതിവയെ ഗോവിന്ദമാതി പുരുഷം തമഹം ഭജാമി. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഇവിടെ നമ്മൾ പറയുന്ന എന്താണ്? കലർപ്പില്ലാത്ത ആത്മീയ പ്രവൃത്തിയിൽ കൂടി ലക്ഷ്മി ദേവികൾ സർവകാരണഭൂതനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രേമശീലമായ അവരവരുടേതായ ഒരേ ഒരു പ്രാണനാഥനെ സേവിക്കുന്നത് എവിടെയാണോ എല്ലാ വൃക്ഷങ്ങളും കൽപ്പവൃക്ഷങ്ങളായി ഇരിക്കുന്നത്, എല്ലാ മണ്ണും രത്നങ്ങളായി തീരുന്നത്, എല്ലാ ജലവും നടത്തവും നൃത്തവുമായി തീരുന്നത്. അപ്പം നമ്മൾ ഇവിടുത്തെ നടത്തം എന്താണ്? ഗോലോകത്തിൽ എന്താണ്? നൃത്തമാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ കാമം എന്താണ്? അവിടുത്തെ പ്രേമമാണ്. എവിടെയാണോ ഓടക്കുഴൽ പ്രിയമായ സഹചാരിയായിരിക്കുന്നത്, എവിടെയാണോ പരമമായ ആധ്യാത്മിക വസ്തുക്കൾ ആസ്വാദ്യകരവും രുചികരവുമായിരിക്കുന്നത്, എവിടെയാണോ എണ്ണമറ്റ പശുക്കൾ എല്ലായ്പ്പോഴും ആധ്യാത്മികമായ പാൽ നൽകിക്കൊണ്ടിരിക്കുന്നത്, എവിടെയാണോ ആധ്യാത്മിക കാലത്തിന്റെ ശാശ്വതമായ അവതാരമുള്ളത്, എവിടെയാണോ വർത്തമാനം ഭൂതം ഭാവി ഇല്ലാത്ത ആ ഒരു ക്ഷണിക പോലും സമയം നഷ്ടപ്പെടാത്ത സ്വഭാവമില്ലാത്തവരുള്ളവർ, ആ ശ്വേതദ്വീപ് എന്ന മാധവി രാധാ മാതാജി ഇവിടെ ശ്രദ്ധിക്കുക, ഞാൻ പറയുന്നത്. ആ ശ്വേതദ്വീപ എന്ന ആധ്യാത്മികമായ ഇരിപ്പിടത്തെ ഞാൻ ആരാധിക്കുന്നു. ഗോലോകം എന്നറിയപ്പെടുന്ന ആ ഭഗവാന്റെ വാസസ്ഥലത്തെ പറ്റി ഈ ലോകത്തിൽ ആത്മസാക്ഷാത്കാരം ലഭിച്ച വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ അറിവുള്ളൂ. അപ്പൊ ആ ഗോലോകത്തിൽ എന്താണ്? നമ്മള് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടുത്തെ കാമം അവിടുത്തെ പ്രേമമാണ്, ഇവിടുത്തെ നടത്തം അവിടുത്തെ നൃത്തമാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള അതുപോലെ നമ്മൾ നേരത്തെ 15-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകത്തിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന പുരുഷോത്തമ യോഗത്തിലെ അവിടെ എന്താണ്? നമ്മളൊരു ഭൗതിക തലകീഴായിട്ടുള്ള ഒരു വൃക്ഷമായിട്ടാണ് കാണുന്നത്. കാര്യം അവിടുന്ന് ആധ്യാത്മിക ലോകത്തിൽ നിന്നാണ് ആ ഒരു വൃക്ഷം വരുന്നത് അല്ലെ. അതിന്റെ ശാഖകൾ ഇങ്ങനെ ഭൗതിക ലോകത്തിലേക്ക് ആണ്ടിരിക്കുന്നു അല്ലെ. നമ്മളൊരു ജലാശയത്തിന്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ആ തൊട്ടടുത്തുള്ള വൃക്ഷങ്ങളൊക്കെ ആ ജലാശയത്തിൽ നിന്ന് വന്നിട്ട് മുകളിലേക്ക് നിൽക്കുന്ന പോലെ തോന്നും അല്ലെ. ആ വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് നിൽക്കുന്ന പോലെ തോന്നില്ലേ? അത് ആകാശം അതിൻ്റെ അകത്ത് കാണുന്നു. എന്നിട്ട് ആ വൃക്ഷങ്ങളുടെ ഇലകളൊക്കെ ജലാശയത്തിന്റെ അടിയിൽ മുട്ടി തലകീഴായിട്ട് വൃക്ഷങ്ങളിൽ നിൽക്കുന്ന തോന്നലുണ്ടാകുന്നു അല്ലെ. അപ്പൊ അതിന്റെ ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്? നമ്മൾ ആ സന്തോഷം വരണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ ആത്മീയമായ ആനന്ദം അനുഭവിക്കാനാണ് നമ്മളുടെ ഇന്ദ്രിയങ്ങളെ ഭഗവാന്റെ സേവയിലേക്ക് വ്യാപിപ്പിക്കണം. ഭഗവാന്റെ സേവയിലേക്കും ആ അതീന്ദ്രിയ നമ്മൾ ഗോലോകത്തിൽ കണ്ടു. എന്തുകൊണ്ടാണ് ഈ വൈകുണ്ഠ ലോകങ്ങളിൽ നിന്നുള്ള അസംഖ്യ ലക്ഷ്മിമാര് ഈ പറയുന്ന ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഭഗവാനെ അവിടെ എല്ലാ ലോകത്തിലും നാരായണനെയും വിഷ്ണുവിനെയും ഒക്കെ ഒരുപാട് അസംഖ്യം വൈകുണ്ഠ ലോകങ്ങളിലുണ്ടല്ലേ. അവിടുത്തെയൊക്കെ ലക്ഷ്മി ദേവിമാർ എന്താണ് ചെയ്യുന്നത്? ആ നാരായണന്റെ പാദസേവയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. ലക്ഷ്മി ദേവിയുടെ സേവ എന്താണ്? നാരായണന്റെ പാദസേവ സദാ ചെയ്യുക. ആ പാദസേവ ചെയ്യാനായിട്ടുള്ള ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അവർ എവിടെയാണ് പോകുന്നത്? ഗോലോക വൃന്ദാവനത്തിൽ പോയിട്ട് അനേകായിരം ലക്ഷ്മി ദേവിമാരാണ് ഗോലോക വൃന്ദാവനത്തിൽ അവിടെ അടിച്ചു വാരുന്നത് അല്ലെ. അടിച്ചുവാരി വൃത്തിയാക്കുന്നത്. ലക്ഷ്മി
സഹസ്ര ശതസംഭവ സേവ്യമാനം ഗോവിന്ദമാദി പുരുഷം തമഹം ഭജാമി. അവരെന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ ആ യഥാർത്ഥത്തിൽ അവരെന്താണ് ചെയ്യുന്നത്? അവര് ഐശ്വര്യത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും സമ്പത്തിന്റെയൊക്കെ ദേവതയാണ്. ഈ ക്വാളിറ്റി അവരിൽ കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്യുന്നത്? ഗോലോക വൃന്ദാവനത്തിൽ വന്നിട്ട് അവർ ദാസ്യവൃത്തി ചെയ്യുവാണ്, അല്ല, ഈ ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇപ്പൊ ലക്ഷ്മി ദേവി പോലും അങ്ങനെയാണ് ചെയ്യുന്നുവെങ്കിൽ നമുക്ക് ഈ പറയുന്ന കാമക്രോധ ലോപമോഹ മതമാത്സരങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ, നമുക്ക് സ്ഥിരം സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ വ്യക്തിഗത സേവനം ചെയ്യണം, ഡിവോഷണൽ സർവീസ്. ഭഗവാന് വേണ്ടിയിട്ടുള്ള സർവീസ് ചെയ്യാതെ യാതൊരു മാർഗവും ഇല്ല. അത് ചെയ്തേ മതിയാവുള്ളൂ. എങ്കിൽ മാത്രമേ ശാശ്വതമായിട്ടുള്ള ആനന്ദം ഉണ്ടാകുകയുള്ളൂ. പരമാത്മാവിന് പരമാനന്ദം ലഭിക്കുകയുള്ളൂ. നമ്മളെ സദാ സന്തോഷവാനായിട്ട് ഇരിക്കണമെങ്കിൽ ഈ പറയുന്ന ഇന്ദ്രിയങ്ങളെ ആസ്വദിപ്പിക്കാതെ നമ്മൾ ഇന്ദ്രിയങ്ങളുടെ നാഥനായിട്ടുള്ള ഋഷികേശ സേവനം ഭക്തി രുചിതേ, ആ ഇന്ദ്രിയങ്ങളുടെ നാഥനെ സേവിക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അടുത്ത ശ്ലോകം 24. യോ അന്തസുഖോന്തരാത്മ അന്തരാമസ്തദാന്തർജ്യോതിരേവയാ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. യോ അന്തസുഖോ അന്തരാരാമസ്തദാന്തർജ്യോതിരേവയാ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. യോ അന്തസുഖോ അന്തരാരാമസ്തദാന്തർജ്യോതിരേവയാ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. ഹരേ കൃഷ്ണ. പത്മമാതാജി. ഹരേ കൃഷ്ണ. രാമസ്തദാന്തർജ്യോതിരേവയാ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാധവി രാധാ മാതാജി. യോന്തരാരാമ തദാന്തർജ്യോതിരേവയഃ സയോഗി ബ്രഹ്മനിർവാണം ബ്രഹ്മഭൂതോ അധിഗച്ഛതി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പൊ ശ്രീല പ്രഭുപാദരുടെ പദാനുപത തർജ്ജമ. ജയ് ശ്രീല പ്രഭുപാദ്. യാതൊരു വ്യക്തി അന്തസുഖ ഉള്ളിൽ സുഖിക്കുന്നവനാകുന്നുവോ, അന്തരാരാമ ഉള്ളിൽ രമിക്കുന്നവനാകുന്നുവോ, തഥാ അപ്രകാരം യാതൊരുവൻ അന്തർജ്യോതി അകത്ത് വെളിച്ചമുള്ള ഉള്ളവനാകുന്നു. സ യോഗി ആ യോഗി ബ്രഹ്മഭൂത ആത്മസാക്ഷാത്കാരം പ്രാപിച്ച് ബ്രഹ്മനിർവാണം പരമമായ മുക്തിയെ അല്ലെങ്കിൽ അധിഗച്ഛതി പ്രാപിക്കുന്നു. ഊർജ്ജസ്വലനം വിവർത്തനം ഭാവാർത്ഥം ഡിവൈൻ ഗ്രേസ് എ.സി. ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഊർജ്ജസ്വലനും ആനന്ദവും സുഖവും തന്നിൽ തന്നെ കുടികൊള്ളുന്നവനുമായ ഒരാളാണ് അന്തർമുഖനായ തികഞ്ഞ യോഗി. ബ്രഹ്മനിർവാണം പൂകിയ അയാൾ മരണാനന്തരം പരമപദം പ്രാപിക്കും. അപ്പൊ ഇത് ഭഗവാന്റെ ഉറച്ച സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതിന് എന്താണെന്ന് നമുക്ക് നോക്കാം. അതിന്റെ ഭാവാർത്ഥം കഴിഞ്ഞിട്ട്. ഭാവാർത്ഥം ജാനബിക മാതാജി. മൈക്ക്. ഭാവാർത്ഥം ജയശ്രീ പ്രഭാത് വിജയ്. തന്നിൽ നിന്നുള്ള ആനന്ദം അനുഭവിക്കാനാവില്ലെങ്കിൽ ഉപരിപ്ലവമായി മാത്രം സന്തോഷം പ്രദാനം ചെയ്യുന്ന ബാഹ്യപ്രവർത്തനങ്ങളിൽ നിന്ന് എങ്ങനെ പിന്തിരിയാൻ കഴിയും? മുക്ത പ്രായോഗികമായി യഥാർത്ഥമായ ആനന്ദം അനുഭവപ്പെടുന്നുണ്ട്. അയാൾക്ക് എവിടെയെങ്കിലും മൗനമായിരുന്നു തന്നിൽ തന്നെ ജീവത് പ്രവർത്തനങ്ങൾ ആസ്വദിക്കാൻ കഴിയും. അങ്ങനെ മുക്തനായ അയാൾ ബാഹ്യവും ഭൗതികവുമായ സുഖം ഗ്രഹിക്കുകയില്ല. ഇതത്ര ബ്രഹ്മഭൂതാവസ്ഥ. ഈ നിലയിലെത്തിയ ഭഗവത് ധാമം പ്രാപിക്കുമെന്നത് ഉറപ്പാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മളിപ്പോ മുമ്പേ നമ്മൾ ചേതോദർപ്പണം എന്നുള്ള ആ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ അന്തർമുഖനായിട്ടുള്ള യോഗിയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്, അല്ലെ? അവര് ഭഗവാൻ പറയുന്ന അവർ മരണാനന്തരം എന്റെ പരമപദം പ്രാപിക്കും, അല്ലെങ്കിൽ സുപ്രീം അബോർഡിൽ അവർ എത്തിച്ചേരുമെന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്, അല്ലെ? അപ്പൊ ആ അന്തർമുഖനായിട്ടുള്ള യോഗി ആരായിരിക്കാം? അതായത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കി അവിടെ തന്നെ പരമാനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്ന ആള്. ബാഹ്യമായിട്ടുള്ള എന്ത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും പ്രതികരിക്കാതെ, എന്താണ്, ആ വിഷയങ്ങളിൽ ഉൾക്കൊള്ളാതെ, പുറത്ത് എന്തോ നടന്നോട്ടെ, എന്തെല്ലാം കോലാഹലങ്ങളായിരിക്കും ചിലപ്പം പുറത്ത് നടക്കുന്നത്, അല്ലെ? അതുപോലെ പുറത്ത് നമ്മളുടെ കണ്ണിനും കാതിനും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങൾക്കും ആസ്വാദനം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്ത് കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ജീവിച്ചിട്ടും അതിലൊന്നും ആസക്തിയും അതില് ഇങ്ങനെ സുഖങ്ങളും ദുഃഖങ്ങളും
അതുപോലെ തന്നെ മഴയും കാറ്റും വെയിലും ഇതെല്ലാം മാറി മറിഞ്ഞും എല്ലാം വരുന്നുണ്ട്. കാലാവസ്ഥ, വെള്ളപ്പൊക്കം വരുന്നുണ്ട്, പ്രകൃതി ദുരന്തങ്ങൾ വരുന്നുണ്ട്, മറ്റുള്ളവരുടെ രോദനങ്ങൾ കേൾക്കുന്നുണ്ട്, നിലവിളി കേൾക്കുന്നുണ്ട്. ഇതെല്ലാം വന്നു കഴിഞ്ഞാൽ അതിലൊന്നും തന്നെ വ്യാകുലപ്പെടാതെ മറ്റുള്ള ജീവജാലങ്ങളോടൊന്നും തന്നെ ഒരു ഒന്നിനോടും പ്രത്യേകിച്ച് ഒരു വെറുപ്പോ അവജ്ഞയോ അങ്ങനെയൊന്നും ഇല്ലാതെ അന്തർമുഖനായിട്ടുള്ള യോഗി, അതായത് ഉള്ളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന വ്യക്തി, സ്വന്തം ഉള്ളിലാണ് ഈ ആനന്ദ സ്വരൂപൻ, പരമാനന്ദ സ്വരൂപനായിട്ടുള്ള വ്യക്തി ഇരിക്കുന്നത്. അദ്ദേഹം പുറത്തെങ്ങും അല്ല, ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ടല്ലേ, നമ്മളെല്ലാം ഏതെങ്കിലുമൊക്കെ ദിവ്യധാമങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ അവിടെ ഭഗവാൻ ഉള്ളൂ. നമ്മുടെ നാട്ടിൻപുറത്തുള്ള ചെറിയ ക്ഷേത്രങ്ങളെയൊക്കെ ചിലർ അവഗണിച്ച് അങ്ങ് ദൂരോട്ടൊക്കെ പോകുന്നതാണ് അല്ലെ, ഒരുപാട് കഷ്ടപ്പെട്ട്. തൊട്ടടുത്തുള്ള ക്ഷേത്രങ്ങളില് ഒരു 2 അടി വെച്ച് കഴിഞ്ഞാൽ പോകും, അവിടെ ഒരിക്കലും പോകില്ല അല്ലെ. പക്ഷെ ഗുരുവായൂർ അമ്പലത്തിലേക്കാണെങ്കിൽ എന്ത് ചെയ്യും, എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും 10 മണിക്കൂർ ക്യൂ നിന്നിട്ടാണെങ്കിലും അവര് പോകും. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഒന്ന് കയറി ഒന്ന് ഒരു വിളക്കിന് ഒരു എണ്ണ ഒഴിക്കുവോ അല്ലെങ്കിൽ ഒരു നാണയം കാണിക്കുക എടുത്തില്ല. ദേവസ്വം ബോർഡിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവിടെ പോയി 10,000-5000 രൂപ ദക്ഷിണ കൊടുക്കുകയോ അല്ലെങ്കിൽ കാണിക്കുകയോ ചെയ്യും. ഞാനിത് ചേരുന്നല്ല പറയുന്നത്, പക്ഷെ അത് ആരാണ് കൊണ്ടുപോകുന്നത്? ഭക്തിയും വിശ്വാസം ഇല്ലാത്ത ആൾക്കാരാണ് ആ പൈസ കൊണ്ടുപോകുന്നത് അല്ലെ, നമുക്കെതിരെ വിനിയോഗിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മള് ഈ തൊട്ടടുത്തിരിക്കുന്ന ഒരു എണ്ണ ഒഴിക്കാൻ കാശില്ലാത്ത, അവിടെ നമ്മളുടെ അടുത്ത് തൊട്ടടുത്തൊരു ക്ഷേത്രം കാണുമായിരിക്കും അല്ലെ, അപ്പൊ അവിടെ പോകുന്നില്ല. പക്ഷെ ഭഗവാന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു വാസസ്ഥലം ഉണ്ടോ? ഈ നമ്മളുടെ ആദ്യത്തെ ശ്ലോകം ഏതാ മാതാജി? ഈശോപനിഷത്ത് പഠിക്കുന്നില്ല, എന്തായിരുന്നു? ജ്ഞാനമയ മാതാജി, ഈശോപനിഷത്തിലെ ആദ്യത്തെ ശ്ലോകം വാസുദേവ സർവമിതം അല്ല. ഹരിബോൽ. ഈശോവാസ്യമിതം സർവം എന്ന് പറയുന്ന ആ ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? ഈ ഭഗവാന്റെ വാസസ്ഥലമാണ് എല്ലാം. ഈ കാണുന്ന ഭുവനം മുഴുവൻ ഭഗവാന്റെ വാസസ്ഥലമാണ്. ഇത് ഭഗവാനിൽ നിന്ന് ഭിന്നമല്ല അല്ലെ. ഈ നമ്മള് കാണുന്ന സാധാരണഗതിയിൽ ഭഗവാനെ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണുന്നത്? നമ്മള് മൂഢന്മാരായിട്ടുള്ള വ്യക്തികൾ നമ്മളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഭഗവാനെ നോക്കി കാണുന്നത് ഭഗവാൻ ഏതോ ഒരു സാധാരണ വ്യക്തിയാണെന്നുള്ള രീതിയിലാണ് ഭഗവാനെ നമ്മൾ നോക്കിക്കാണുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഭഗവാന്റെ പരമ ദിവ്യോത്തമ പുരുഷൻ നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തത്. ഭഗവാന് ഇത്രയും പ്രപഞ്ചങ്ങളുടെ അധിപനാണല്ലേ. ആ പ്രപഞ്ചത്തിലെ ഒരു പ്രകൃതി ശക്തിയെ പോലും നിയന്ത്രിക്കാണ്ട് മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്കോ സാധ്യമാണോ? ഇതുവരെ സാധ്യമായിട്ടില്ലല്ലോ. ഇടിമിന്നലിനെ നിർത്താനായിട്ട് ഏതെങ്കിലും സയന്റിസ്റ്റിന് പറ്റിയിട്ടുണ്ടോ? ഒരു സുനാമിയെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഉപകരണം നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഭൂമികുലക്കത്തെ അല്ലെങ്കിൽ ഈ അഗ്നിപർവ്വതം പൊട്ടുന്നതിനെ പറ്റി അത് ഭഗവാന്റെ എന്താണ് 1,00,000-ത്തിലും അതിലുമൊക്കെ എത്രയോ താഴ്ന്ന ഒരു അംശം ശക്തി മാത്രമാണ് ഇതൊക്കെ. അതിനെ പോലും നിയന്ത്രിക്കാനോ അത് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നോ എവിടുന്നാണോ വരുന്നതെന്നോ ഒന്നും തന്നെ പറ്റിയിട്ടില്ലാത്തവര് ഇത്രയും ബൃഹത്തായ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവനും ധരിക്കുന്ന ഭഗവാന് ആ ഒരു അദ്ദേഹത്തിന്റെ ഒരു ശ്വാസ കാലയളവിൽ മാത്രമാണ് ഈ പറയുന്ന സൃഷ്ടി നടക്കുന്നതും പ്രളയം നടക്കുന്നതും. ഇത്രയും ബൃഹത്തായ ശ്വാസകാലയളവുള്ള ആ ഒരു ഭഗവാനെ നമ്മൾ നോക്കിക്കാണുന്നത് വളരെ തുച്ഛമായിട്ടാണ് അല്ലെ. നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇത് ഭഗവാൻ കാരണമാണ്, ഇനി തൊട്ട് ഞാന് സത്സംഗത്തിനും ഇല്ല, ഒന്നുമില്ല, എനിക്കിങ്ങനെ സംഭവിച്ചത് ഭഗവാൻ കാരണമാണ്. ഈ പറയുന്ന ആ ഒരു രീതിയല്ല, അതിൽ കൂടുതൽ നമുക്കില്ല. നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ വ്യാപ്തി അത്രയേ ഉള്ളൂ അല്ലെ. ഇത്രയും ബൃഹത്തായ ഭഗവാന് കോടിക്കണക്കിന് ജീവാത്മാക്കള്, പ്രാണികളും മനുഷ്യരും കൃമിയും ഇത് ഇവരുടെ എല്ലാവരുടെയും എന്താണ് പ്രൊട്ടക്ടർ അല്ലെങ്കിൽ അവരുടെ എല്ലാം എന്താണ് പരംപിതാവാണ് ഭഗവാൻ. അപ്പൊ അവരുടെ ഒരാളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ, എല്ലാവരുടെയും കാര്യം നോക്കണം അല്ലെ. അപ്പൊ ഭഗവാന് നമ്മളിലേക്ക് ശ്രദ്ധ ചെലുത്തണമെങ്കിൽ എന്താണ്, നമ്മൾ ഭഗവാന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം അല്ലെ. നമ്മള് അന്തർമുഖനായിട്ടുള്ള യോഗയെ പറ്റി പറഞ്ഞാണ് ഞാനിത് പോയത് അല്ലെ. നമ്മള് എന്ത് ചെയ്യുന്നു? ഈ ഭുവനം മുഴുവനും ഈശോവാസ്യമിതമാണ്. ഇത് മുഴുവൻ ഭഗവാന്റെ വാസം, ഇതിലൊന്നും മോശമായിട്ടുള്ളൊരു സ്ഥലമില്ല. ഇതെല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ്, അതിലൊന്നും തന്നെ മോശമായിട്ടില്ല. എല്ലാം തന്നെ ബൃഹത്താണ്. അവിടെ മോശം ഇവിടെ മോശം, അവിടെ വലുത് ഇവിടെ വലുത് അങ്ങനെയൊന്നുമില്ല. പക്ഷെ ചില സ്ഥലങ്ങളിലുള്ള ഡയറ്റീസിന് ഒരു പ്രത്യേകത ഉള്ളത് എന്താണ്? വൃന്ദാവനത്തിൽ ഭഗവാൻ അവിടെ അവതരിച്ച സ്ഥലമായതുകൊണ്ട് ആ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് അല്ലെ. ഒരു കുറച്ച് കൂടുതൽ പ്രത്യേകതയുണ്ടല്ലേ ഭഗവാന്റെ ലീലകൾ മുഴുവൻ നടന്നതുകൊണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ അവിടുത്തെ പ്രതിഷ്ഠ അങ്ങനെ അത് വന്ന സാഹചര്യം എവിടുത്തെ ആരാധിച്ചിരുന്ന വിഗ്രഹമാണ്, ഭഗവാൻ നേരിട്ട് ആരാധിച്ചിരുന്ന നാരായണ വിഗ്രഹമാണ്. അതുകൊണ്ടാണ് ഗുരുവായൂരെ ആ ശ്രേഷ്ഠത. പിന്നെ
കുറെ ഭക്തന്മാരെല്ലാരും കൂടെ കൂടി ആ ഗുരുവായൂരപ്പന്റെ പരമഭക്തന്മാരൊക്കെ കൂടിയാണ് ഗുരുവായൂരിനെ വലുതാക്കിയത്. അപ്പൊ ഗുരുവായൂർ പോകണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ ആ അടുത്തുള്ള അമ്പലത്തിൽ നമ്മൾ കേറാതെ വർഷങ്ങളോളം അവിടെ ഒരു എണ്ണ പോലും കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സമ്പാദിച്ചു വെച്ചിട്ട് കൂട്ടിയിട്ട് എല്ലാം കൂടെ കൊണ്ട് ഗുരുവായൂരപ്പൻ ഇടുവാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂരപ്പൻ അത് കിട്ടുന്നു? അതുമില്ല. ഞാൻ തന്നെ നിന്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ഇരിപ്പില്ലേ? നീ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാ ഇങ്ങോട്ട് വന്നത്? നീ അവിടെ എല്ലാ ദിവസവും പോയാ പോരെ? വർഷത്തിൽ ഒന്നോ രണ്ടോ എന്നെ കാണാൻ പോന്നാ പോരെ എന്ന് ഗുരുവായൂരപ്പൻ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? ഞാൻ തന്നെയല്ലേ നിന്റെ തൊട്ടടുത്തിരിക്കുന്ന ക്ഷേത്രത്തിൽ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ഉണ്ടാവും. അപ്പൊ അന്തർമുഖനാ, നമ്മൾ ഞാൻ ഉള്ളിലേക്ക് നോക്കാൻ പഠിക്കണം. പ്രഭുജി നാളെ ഞാൻ പോണ്. ഹരിബോൽ. ഞാനിത് മാതാജി ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ. പക്ഷെ മാതാജി അവിടുത്തെ ആ ഞാനിത് ഭഗവാൻ നല്ല അടുത്ത് 2 അമ്പലത്തിലും ദിവസം മിക്കവാറും പോണുണ്ട്. ഇവിടെ എന്നും പോണുണ്ട്. ഹരേ കൃഷ്ണ. മാതാജിയുടെ അവിടുത്തെ ഭഗവാൻ എന്താ നാരായണപുരം എന്താ പേരെന്താ എന്താണ് ആ അമ്പലം? മഹാവിഷ്ണുവാണ്. അല്ല, ആ ഒരു അമ്പലത്തിന്റെ മഹാവിഷ്ണു പേരെന്താണ്? ആ പേരെന്താണ്? ശ്രീ- ശ്രീധരമംഗലം. ശ്രീധരമംഗലം. ആ ക്ഷേത്രത്തിലെ ഭഗവാനെ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, തൊഴുതുണ്ട്. അനുരാജിന്റെ ഉം. കൂടെ വന്ന് അന്ന് എനിക്ക് തോന്നുന്നു അന്ന് നിങ്ങളെ കാണാൻ അവിടെ വന്നപ്പോഴാണെന്ന് തോന്നുന്നു. നല്ല ആ, ഭംഗിയുള്ള ഭഗവാനാണ്, നല്ല ശക്തിയുള്ള ഭഗവാനാണ്. ആ, ഉം, അതെ അതെ അതെ. ഉം. ഈ വ്യാഴാഴ്ചയും പോയി. എല്ലാ വ്യാഴാഴ്ചയും പോവും. പിന്നെ നാരായണീയം വായിക്കാനൊക്കെ പോകും. പോകുന്നുണ്ടല്ലേ? ഇന്നലെ ഏകാദശിയായിരുന്നു. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ തൊട്ടടുത്ത് ദേവി ക്ഷേത്രമുണ്ട്. ആ അപ്പൊ അങ്ങനെ ആ നമ്മള് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ഉള്ളിൽ നമ്മൾ ആനന്ദം കണ്ടെത്തണം. ഇപ്പൊ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ വിളക്ക് കത്തിച്ചിരുന്ന് നമ്മുടെ ഉള്ളിലുള്ള ഭഗവാനെ കാണും. നമ്മുടെ ഉള്ളിൽ പരമാത്മാവായിട്ട് ഭഗവാൻ ഇരിപ്പുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഉള്ളിലേക്ക് നോക്കുക. ഉള്ളിലേക്ക് നോക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല, അല്ലെ? കാര്യം എന്താ? ഉള്ളില് മുഴുവൻ അന്ധകാരമാണ് നിറഞ്ഞു നിൽക്കുന്നത്, അല്ലെ? അന്ധകാരം പൊടിപടലങ്ങൾ കൊണ്ട് മൂടിക്കിടക്കുകയാണ്, അല്ലെ? അത് വെളുപ്പിക്കാൻ വേണ്ടിട്ട് എന്താണ്? നമ്മൾ ആ ക്ലാവ് പിടിച്ചിരിക്കുകയാണ്, അല്ലെ? ആ ഓട്ടുവിളക്ക് എന്താണ് ചെയ്യുന്നത്? ക്ലാവ് പിടിച്ചിരിക്കുന്നതിനെ നമ്മൾ നല്ല പോലെ എന്തിട്ട് പുളിയൊക്കെ ഇട്ടിട്ട് തിരുമി തിരുമി വെളുപ്പിച്ച് അതിനെ ശരിയാക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹരിനാമം ജപിക്കുന്നത്. ഹരിനാമം ഒരു പ്രാവശ്യം ജപിച്ചാൽ അങ്ങനെ ഇത് മാറുമോ? അത് നിരന്തരം ഒരു പ്രക്രിയയായിട്ട് എടുത്ത് ഈ ഹരിനാമം ജപിച്ച് 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 ഈ ഈ എന്താണ് ഈ അകത്തിരിക്കുന്ന ഈ ഇത് പിടിച്ചിരിക്കുന്ന ക്ലാവ് പിടിച്ചിരിക്കുന്ന ആ വിളക്കിനെയെല്ലാം തെളിച്ച് വൃത്തിയാക്കിയിട്ട് അവിടെ ദീപം തെളിക്കണം. അപ്പൊ അങ്ങനെ എന്നിൽ തന്നെ ആനന്ദവും സുഖവും ഒക്കെ കണ്ടെത്തുന്ന ഒരാള്, അങ്ങനെയുള്ള ഒരാള് ബ്രഹ്മനിർവാണം പോകിയ ശേഷം മരണാനന്തരം എന്നിൽ പ്രാപിക്കും. അപ്പൊ നമ്മളുടെ ഈ ആനന്ദവും മുഴുവനും നമ്മൾ മറ്റൊരിടത്തുനിന്നും വാങ്ങിക്കാൻ കിട്ടുന്നല്ല. നമ്മളൊക്കെ വിചാരിക്കുന്ന സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സന്തോഷം കിട്ടും, വില കൊടുത്താൽ കിട്ടും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡോക്ടറുടെ അടുക്കൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുക്കൽ പോയി കഴിഞ്ഞാൽ അവര് നമ്മൾക്ക് ആനന്ദം ഉണ്ടാക്കി തരും എന്ന് വിചാരിക്കുന്ന ശുദ്ധ മണ്ടത്തരാണ്, അല്ലെ? അല്ലെങ്കിൽ ഏതെങ്കിലും കോമഡി പറയുന്ന ഒരു കൊമേഡിയന്റെ അടുക്കൽ പോയി കുറെ നേരം അവിടെ ഇരുന്ന് അയാളുടെ തമാശ കേട്ട് ചിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം കിട്ടുമോ? എവിടെയെങ്കിലും വിലക്ക് വാങ്ങിക്കാൻ കിട്ടുമോ? സൂപ്പർ മാർക്കറ്റിൽ ഇല്ല. അത് എപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. നമ്മൾ തന്നെ വേണം അതിന് നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക, ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുക എന്ന് പറയാനായിട്ട് എളുപ്പമാണെങ്കിലും നമ്മൾ ആ ഉള്ളിൽ തന്നെയാണ് ശരിക്കും ആ ആനന്ദം അവിടെ ഒളിഞ്ഞിരിക്കുന്നത്. ആ മറ മാറ്റി ആ ആനന്ദത്തിനെ നമ്മൾ ഇന്ദ്രിയങ്ങളിൽ കൂടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് അനുഭവവേദ്യമാകുകയുള്ളൂ എന്ന് മാത്രം. ആ അനുഭവവേദ്യമാകാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ അവിടെ ഉള്ള ആ മാലിന്യങ്ങളെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനെയും ഹരിക്കുക, ഇല്ലാതാക്കുക, അല്ലെ? അമംഗളങ്ങളെ ഇല്ലാതാക്കുന്ന ആ ഹരിയുടെ നാമം ജപിച്ച് മാത്രമേ ഇതിനെ തുടച്ചു നീക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു വസ്തുത മനസ്സിലാക്കുക. അപ്പൊ ആ ഹരിനാമത്തിന്റെ പവർ അത്രയുണ്ട്. ആ ഹരിനാമം അതിനെയെല്ലാം ഹരിച്ച് 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 കളഞ്ഞ് ആ ആനന്ദമുണ്ടാകുന്ന അവസ്ഥയിൽ ആനന്ദാതിരേക വേളയിലേക്ക് നിങ്ങളെ എത്താനായിട്ട് സഹായിക്കും. ഈ പറഞ്ഞ അനുഭൂതികളെല്ലാം നിങ്ങളിൽ ഓട്ടോമാറ്റിക്കലി ഉണ്ടാകും എന്നുള്ളതാണ് ആ ഹരിനാമത്തിന്റെ പവർ. ഹരേ കൃഷ്ണ. ഇനി നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ഹരിനാമ കീർത്തനത്തിലെ 2 ശ്ലോകങ്ങൾ എടുക്കാമെന്നാണ് പറഞ്ഞത്. ഏതാണ് ശ്ലോകത്തിന്റെ നമ്പർ?
നമ്മള് ഇന്ന് കഴിഞ്ഞ ദിവസം നോക്കി എന്താണ്? കഷ്ടം ഭവാനെ ഒരു പാണ്ഡ്യൻ ഭജിച്ചുളവ അഗസ്ത്യേന നീ ബദശപിപ്പിച്ചതെന്തിനിഹ നക്രേണ കാൽക്കഥ കടിപ്പിച്ചു പിന്നെയും അതോർക്കാവതല്ല ഹരിനാരായണായ നമ. അതാണോ? അത് കഴിഞ്ഞ തവണ എടുത്തു. അതിന്റെ നെക്സ്റ്റ് ആണ്. 31 പ്രഭു, ഞാനൊന്ന് ലീവ് ചെയ്യുവാണ് പ്രഭു. ശരി മാതാജി. ഹരേ കൃഷ്ണ. ഖഡ്വാങ്കനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുമെന്തു വിധി ഒട്ടല്ല നിൻ കളി കളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമാം. മാധവി രാധാ മാതാജി. ഖഡ്വാങ്കനെന്ന ധരണീശന്നു കാൺകൊരു മുഹൂർത്തേ ഒട്ടല്ല നിൻ കളികളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമ. ഹരേ കൃഷ്ണ. ശാന്തകുമാരി മാതാജി. പ്രഭു എത്രാമത്തെയാ? 31. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് വേറെ ആളെ വിളിക്കാൻ മാതാജി എടുത്തിട്ടില്ല. മല്ലിക മാതാജി. സുജന മാതാജി. വായിക്കട്ടെ? ആ ഞാൻ വായിക്കാം. ആ അപ്പൊ വായിക്കട്ടെ. വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. പാശവും വടിയുമായി കൊണ്ട ജാമിളനെ. അതല്ല മാതാജി, അടുത്തതാണ്. അടുത്തതിന്റെ അടുത്താണ് ഖഡ്വാങ്കൻ എന്ന ധരണീശന്. ഓം നമോ ഭഗവതേ വാസുദേവായ. കടാകനെന്ന ധരണീശനു കണ്ടയൊരു മുഹൂർത്തേന നീ ഗതി കൊടുപ്പാനുമെന്തു വിധി പൊട്ടല്ല നിൻ കളികളെ പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായവകൾ നാരായണായ നമഃ. ഹരേ കൃഷ്ണ. ഹരേ അപ്പൊ കൃഷ്ണ. ഖഡ്വാങ്കനൻ എന്ന് പറഞ്ഞ ആള്, ധരണീശൻ എന്ന് പറഞ്ഞ എന്താണ്? ഈ പ്രപഞ്ചം മുഴുവൻ ഭരിച്ചിരുന്ന ആളാണ്. ധരണീശന്. അപ്പൊ ആ ധരണീശന് എന്ത് ചെയ്തു? ഒരു മുഹൂർത്തേന നീ ഗതിയോട്. ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? 45, ഒരു നിമിഷം മാത്രം, ഒരു 45 മിനിറ്റ് ആണ് പറയുന്നത് ആ മുഹൂർത്തം എന്ന് പറയുന്നത്. ഒരു മുഹൂർത്ത സമയം 45 മിനിറ്റ് ആണ്. 45 മിനിറ്റ് കൊണ്ട് നീ ഗതി കൊടുത്തു. ഒട്ടല്ല നിൻ കളി കളിപ്പോലെ തങ്ങളിൽ വിരുദ്ധങ്ങളായ നിന്റെ ഈ ലീലകളും ഞങ്ങൾക്ക് അത് മനസ്സിലാകുന്നേ ഇല്ല. കാര്യം അതിന് മുമ്പ് നീ എന്താ ചെയ്തേ? ഒരു പാശവും വടിയുമായി കൊണ്ടുവന്ന യമദൂതന്മാരെ ആട്ടി ഓടിച്ചിട്ട് നീ വിഷ്ണു പാർഷദന്മാരെ അയച്ചിട്ട് അജാമിലിന് നീ മോക്ഷം കൊടുത്തു അല്ലെ? അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഭക്തനായിട്ടുള്ള ഇന്ദ്രദ്രുമ്ന മഹാരാജാവിനെ എന്ത് ചെയ്തു? അഗസ്ത്യനെ വിട്ട് ശപിപ്പിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു ആനയാക്കി മാറ്റി. ആനയുടെ കാലിൽ വന്നിട്ട് മുതലെ കൊണ്ട് കടിപ്പിച്ച് നീ കാണിച്ച കാര്യങ്ങളൊന്നും ഓർക്കാവതല്ല ഹരിനാരായണായ നമ. പക്ഷെ ഇവിടെ നീ എന്താണ് ചെയ്തത്? ഖഡ്വാങ്കൻ എന്ന ധരണീശന് കൂടുതൽ കാര്യമൊന്നും ചെയ്തില്ല. ദശരഥനെ പോലെ ദേവന്മാര് ദേവാസുര യുദ്ധത്തിൽ വിളിച്ചു ഖഡ്വാങ്ക മഹാരാജാവിനെ സഹായിക്കാനായിട്ട്. ഇദ്ദേഹം ദേവലോകത്തൊക്കെ യുദ്ധം ചെയ്തു കഴിഞ്ഞപ്പോ എന്താണ്? ഈ ഭൗതിക ലോകത്തിലെ സമയം ഒക്കെ ഒരുപാട് അങ്ങ് ആയിപ്പോയി. ദേവലോകത്തെ സമയവും ഇവിടുത്തെ സമയമായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് അല്ലെ? ഇവിടുത്തെ ഒരു ദിവസം ഇവിടുത്തെ 100 ദിവസം അങ്ങാണ്ട് അവിടുത്തെ ഒരു ദിവസമാണ്. അങ്ങനത്തെ അല്ല, ഇവിടുത്തെ 100 വർഷം അവിടുത്തെ ഒരു ദിവസം, അങ്ങനെ എന്തോ ആണ്. അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ആയുസിന്റെ സമയമായി. അപ്പം ഈ ഖഡ്വാങ്ക മഹാരാജാവിനോട് ദേവന്മാര് ചോദിക്കുന്നു, അങ്ങ് ഇത്രയും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സേവ ചെയ്തു, ഈ ദേവാസുര യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചു, ഇനി അങ്ങേക്ക് എന്താണ് ഞങ്ങൾ പ്രതിഫലം തരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചു മറുപടി എന്താണ്? എനിക്കിനി എത്ര ആയുസ്സുണ്ട് ബാക്കി എന്ന് ചോദിച്ചു. ആയുസ്സുണ്ടെന്ന് നോക്കിയപ്പോൾ ദേവന്മാർക്ക് അതൊക്കെ അറിയാമല്ലോ, ത്രികാലജ്ഞാനികളാണല്ലോ അവര്. അപ്പൊ അവര് പറഞ്ഞു എന്താണ്? അങ്ങേക്ക് ഒരു മുഹൂർത്ത മാത്രം കൂടെയുള്ളൂ ആയുസ്സുള്ളെന്ന് പറഞ്ഞു. അപ്പം ബുദ്ധിമാന്മാരായിട്ടുള്ള ഒരാൾ എന്താണ് ചിന്തിക്കുന്നത്? ഇനി എങ്ങനെ ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യാനായിട്ട് പറ്റും? പരീക്ഷത്തിന് 7 ദിവസം കിട്ടി. ഖഡ്വാങ്ക മഹാരാജാവിന് ഒരു മുഹൂർത്തം മാത്രമേ കിട്ടുള്ളൂ. അദ്ദേഹം എന്താണ്? ആ സമയത്തിരുന്നു ആ അവസാനത്തെ ആ ഒരു മുഹൂർത്തം, അതായത് 45 മിനിറ്റ്സ് ഇരുന്ന് ഭഗവാന്റെ സർവീസ് ചെയ്ത് വൈകുണ്ഠ ലോകം പ്രാപിച്ചു അല്ലെ? അത്രയ്ക്ക് ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. ആ സമയത്ത് ഞാന് എന്താണ്? ഉർവശി, മേനക, രംഭ, തിലോത്തമ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു അല്ലെ? മധു ഒക്കെ കഴിച്ച് മതോന്മത്തരായിട്ട് അതുവഴിക്ക് നടക്കാനുള്ള സാഹചര്യം ഉണ്ട്. പക്ഷെ ഒരു നിമിഷം കൊണ്ട് അത് ചെയ്തിട്ട് എന്താ കാര്യം?
വീണ്ടും ജനിക്കേണ്ടി വരും അല്ലെ, ആയുസ് പോകാൻ പോവാണ്. അപ്പോഴേ എന്ത് ചെയ്തു അദ്ദേഹം ആ സമയത്ത് ഡിവോഷണൽ സർവീസ് ചെയ്തു, ഭഗവാന്റെ ധാമത്തിൽ ചെന്നു. അപ്പോ ഇങ്ങനെയുള്ള ഈ ഭഗവാന്റെ ലീലകള് തങ്ങളിലൊക്കെ വിരുദ്ധങ്ങളായിട്ടാണ് കാണുന്നത്. കാര്യം നമ്മളിപ്പോ കുറെ ലീലകൾ കണ്ടു അല്ലെ. എവിടെ തൊട്ട് കണ്ടു? ഗജേന്ദ്രനെ ആനയെ കൊണ്ട് കടിപ്പിക്കുന്നതും, ഇന്ദ്രദ്യുമ്നെ ശപിപ്പിക്കുന്നതും, അജാമിളനെ യമദൂതന്മാര് വന്നവരെ ആട്ടി ഓടിച്ചിട്ട് വിഷ്ണു പാർഷദന്മാര് അജാമിളനോട് ബദരികാശ്രമത്തിൽ പോയി തപസ്സിരിക്കാൻ പറഞ്ഞതൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ ഈ ഖഡ്വാംഗ മഹാരാജാവിനോട് എന്താണ് ഇതൊന്നും ചെയ്യാതെ തന്നെ, ഈ കാര്യങ്ങളും വിഷമങ്ങളും ഒന്നും പ്രയാസം ഉണ്ടായിട്ടില്ല. ഒരു മുഹൂർത്തം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഗതി കൊടുത്തു. എന്താണ് ഈ ഇങ്ങനെയുള്ള കളികളൊക്കെ നീ കളിക്കുന്നത്? നിന്റെ കളികള് ഓർക്കാവതല്ല, ഓർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു അന്തമില്ല കുന്തവും ഇല്ലാത്ത മാതിരിയാണ് അല്ലെ. ഇതെന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഓരോരുത്തരോടും ഓരോ രീതിയിൽ എന്തുകൊണ്ട് നീ ഇങ്ങനെ പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു ശ്ലോകം നോക്കുമ്പോൾ ഗീതാ മാതാജിയിലുള്ള ശ്ലോകം ഉണ്ടോ? അത് വായിക്കൂ ഉണ്ടെങ്കിൽ. കൃഷ്ണ ഗർവിച്ചു വന്നൊരു ജരാസന്ധനോട് യുധിച്ചൊവ്വോടെ നിൽപ്പതിനു പോരാ നിനക്കു ബലം. ഔവാരിധൗ ദഹന ബാണം തൊടുത്തതു തിളപ്പിപ്പതിന്നു മതി. നാരായണായ നമ. ഹരികൃഷ്ണ സുജന മാതാജിയിലുണ്ടോ ശ്ലോകം? ഉണ്ടെങ്കിൽ വായിച്ചോളൂ. ഇല്ല 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 പ്രഭു. ജ്ഞാനാംബിക മാതാജി. മാതാജി വായിക്കുന്ന കേൾക്കുന്നില്ല. സമയം പോയിരിക്കുക. മാതാജി മ്യൂട്ടിലാണ്. ഞാൻ വായിച്ചോളാം. ഗർവിച്ചു വന്ന ജരാസന്ധനോട് യുധി ചൊവ്വോട് നിൽപ്പതിന് പോരാ നിനക്ക് ബലം. ഔവാരിതൗ ദഹനബാണം കൊടുത്തത് തിളപ്പിപ്പതിന് മതി. നാരായണായ യുദ്ധത്തിൽ അഹങ്കാരത്തോടെ വന്നെതിരിട്ട ജരാസന്ധൻ എന്ന രാജാവിനോട് നേരിട്ട് യുദ്ധം ചെയ്യുവാൻ അല്ലയോ ഭഗവാനെ, അങ്ങേക്ക് ബലമില്ലാതെ പിന്തിരിയേണ്ടി വന്നു. എന്നാൽ മറുകര കാണാനില്ലാത്ത സമുദ്രത്തിൽ ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് ആ സമുദ്രത്തെ മുഴുവൻ തിളപ്പിച്ച് ഇളക്കി മറിക്കുന്നതിന് അങ്ങേക്ക് ബലമുണ്ട്. എന്തൊരു ആശ്ചര്യം! നാരായണന് നമസ്കാരം. അപ്പോൾ ഇതെന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഈ ജരാസന്ധൻ എന്ന് പറഞ്ഞ രാജാവ് ആരായിരുന്നു? കംസന്റെ ജാമാതാവായിരുന്നു അല്ലെ. കംസൻ ജരാസന്ധന്റെ പുത്രിമാരെയാണ് വിവാഹം കഴിച്ചിരുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയാണ് കംസനെ ഭഗവാൻ വധിച്ചു എന്ന് കേട്ടപ്പോൾ മുതലേ ജരാസന്ധൻ അതീവ ശക്തിശാലിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ ജരാസന്ധന് ഭഗവാനോടുള്ള വിരോധം അങ്ങ് കൂടി. ഇപ്പൊ ജരാസന്ധന് ഒരു വരം കിട്ടിയിട്ടുണ്ട്. ജര എന്ന് പറയുന്ന ഒരു രാക്ഷസിയാണ് എന്താണ് ഈ ജരാസന്ധനെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചല്ലേ. രണ്ട് പീസായിട്ട് രണ്ട് മാംസകഷ്ണങ്ങളെ ആണ് ജരാസന്ധന്റെ അമ്മ പ്രസവിച്ചെന്ന് അതിനെ ഈ ജര എന്ന് പറയുന്ന ഈ രാക്ഷസി വന്നിട്ടാണ് അതിനെ കൂട്ടി യോജിപ്പിച്ചെന്ന് അതിനൊരു കഥയൊക്കെ ഉണ്ട്. നമ്മൾ ആ കഥ പറയാനുള്ള സമയമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് അങ്ങനെ അതേ രീതിയിൽ മാത്രമേ ജരാസന്ധനെ വധിക്കാൻ കഴിയുള്ളൂ അല്ലെ. ഇതിനെ രണ്ട് പീസാക്കി ഇടത്തോട്ടും വലത്തോട്ടും പിളർന്ന് രണ്ട് പീസായിട്ട് ആക്കിയിട്ടാൽ മതി, അല്ലെങ്കിൽ കൂടിച്ചേരും അത് ഉടനെ തന്നെ. അപ്പൊ അങ്ങനെ ഉള്ള ആ ജരാസന്ധനെ വധിക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. അപ്പൊ ഈ ജരാസന്ധൻ എന്ത് ചെയ്തു? ഈ മധുരയെ പല തവണ ആക്രമിച്ചപ്പോഴും ഭഗവാൻ എന്ത് ചെയ്തു? അവിടുന്ന് ഒളിച്ചോടുമായിരുന്നു അല്ലെ. ഭഗവാൻ ജരാസന്ധനെ പേടിച്ചോടുകയാണെന്ന് എല്ലാവരും വിചാരിച്ചു. ജരാസന്ധനെ പേടിച്ചിട്ടാണല്ലോ അവസാനം ദ്വാരകയില് നിന്ന നിപ്പില് മധുരാവാസികൾക്കൊക്കെ ഒരുപാട് കഷ്ടമായപ്പോൾ എന്ത് ചെയ്തു? ഭഗവാൻ എന്ത് ചെയ്തു? ഈ മധുരാവാസികളെല്ലാം കൂടി ഒരൊറ്റ രാത്രിയും കൊണ്ട് ദ്വാരക മുഴുവനും നിർമ്മിച്ചു. അസുര ശില്പിയായിട്ടുള്ള മയൻ വന്ന് സമുദ്രത്തിനടിയിൽ നിന്ന് ഒരു പ്രദേശം ഉയർന്നു വന്നു. അവിടെ ഈ പറയുന്ന ദ്വാരകാപുരി എല്ലാം അവിടെ നിർമ്മിച്ചു. ജരാസന്ധനിൽ നിന്ന് ഇവിടെ മധുരാപുരിയിലുള്ള ആൾക്കാരെ എല്ലാം അവിടെ കൊണ്ടുവന്ന് അച്ഛനമ്മമാരെയും എല്ലാവരെയും രക്ഷപ്പെടുത്തി അവിടെ പാർപ്പിച്ചു. അങ്ങനെ ദ്വാരകാപുരിയൊക്കെ കെട്ടിപ്പോയി അല്ലെ. ഇതിനുശേഷം ജരാസന്ധനെ കൊല്ലാനായിട്ട് ഭഗവാൻ ആരെയാ നിശ്ചയിച്ചിരുന്നത്? ആ സേവ കൊടുക്കാനായിട്ട് ഭീമനെയാണ് നിശ്ചയിച്ചിരുന്നത് അല്ലെ. എന്നിട്ട് വേഷം മാറി ഭീമനും അർജുനനുമായിട്ട് വരുവാണ്. എന്നിട്ട് മല്ലയുദ്ധത്തിന് വിളിക്കുന്നതും അങ്ങനെ
ഭഗവാൻ ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഒരു ദർഭപ്പുല്ല് ഇങ്ങനെ ഭീമന് കാണിച്ചു കൊടുക്കുന്നു. ബ്രാഹ്മണന്മാരുമായിട്ട് ഇദ്ദേഹത്തിന് വിരോധമില്ല. ബാക്കി ആൾക്കാരെയൊക്കെ തന്നെ ഇദ്ദേഹം ഭയങ്കര റൂഡായിട്ട് പെരുമാറുന്ന ഒരാളാണ് ഈ ജരാസന്ധൻ. അപ്പൊ അങ്ങനെ ഭഗവാൻ അവിടെ നിന്ന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു ഒരു ഈർക്കിലി ഇങ്ങനെ ഊരി ഇങ്ങനെ രണ്ടായിട്ട് പകുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് അതിന്റെ ഒരെണ്ണം ഒരു സ്ഥലത്തേക്കും മറ്റൊരെണ്ണം മറ്റു സ്ഥലത്തേക്ക് ഇട്ട് കൊടുത്തു. ഈ ഭീമൻ എല്ലാ ദിവസവും പരാജയപ്പെടുകയാണ്. ഇത് കണ്ടിട്ടും ഭഗവാൻ ഈ അടിയെല്ലാം കിട്ടുന്നത് കണ്ടിട്ടും ഭഗവാൻ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഭീമന് ആകെ വിഷമം തോന്നി. ഭഗവാൻ ഇതെല്ലാം കണ്ട് ചിരിക്കുകയാണല്ലോ. അത്രയ്ക്ക് ശക്തിമാനാണ് ജരാസന്ധൻ. അവസാനം എന്ത് ചെയ്തു? ഭഗവാനിൽ സറണ്ടർ ചെയ്തു മനസ്സുകൊണ്ട്, അല്ലെ? ആ സറണ്ടർ ചെയ്ത സമയത്താണ് ഭഗവാൻ എടുത്തിട്ട് എന്ത് ചെയ്തു? ഭീമനെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇങ്ങനെ ഒരു ഈർക്കിലി എടുത്ത് ഇങ്ങനെ രണ്ടായിട്ട് വിരിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് എറിഞ്ഞു, ഒന്ന് ഇങ്ങോട്ട് എറിഞ്ഞു. അത് കണ്ടപ്പോ ഭീമന് മനസ്സിലായി. അപ്പൊ ഭീമൻ അതേപോലെ ചെയ്തു. കാര്യം എന്തൊക്കെ ചെയ്തിട്ടും ഇദ്ദേഹം കൂടിച്ചേരുകയാണ്, അല്ലെ? എങ്ങനെയൊക്കെ കാലും കൈയൊക്കെ വലിച്ചു തല്ലി ഒടിച്ചു കഴിഞ്ഞാൽ അത് കൂടിച്ചേരുക അല്പസമയം കൊണ്ട്. അങ്ങനെ ജരാസന്ധനെ വധിച്ചു. അതുപോലെ തന്നെ പിന്നെ അടുത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ പറയുന്ന ഔവാരിതോ ദഹനബാണം തിളപ്പിപ്പതിന് ദഹനബാണം തൊടുത്തത് തിളപ്പിപ്പതിന് മതി നാരായണ ചെല്ല. അതായത് ഈ വാരിധിയെ മുഴുവൻ ഒരു ദഹനബാണം കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? തിളപ്പിക്കാൻ ഒരുങ്ങി. ഇത്രയും ശക്തിയുള്ള ഭഗവാനാണ് ജരാസന്ധന്റെ അടുക്കൽ ഓടിപ്പോയത്, അല്ലെ? ഒരു സമുദ്രത്തെ മുഴുവനും ഒറ്റ ദഹനബാണം കൊണ്ട് തിളപ്പിച്ചു. അത്രയും വെള്ളം മുഴുവൻ നിന്ന് തിളയ്ക്കാൻ തുടങ്ങി. അത് ഏത് സന്ദർഭത്തിലാണ്? ആർക്കും ഓർമ്മയില്ലല്ലേ? അഹോ കഷ്ടം. അഹോ ഭാഗ്യം എന്ന് പറയുന്നത് എപ്പോഴാണ്? സമുദ്രലംഘന സമയത്ത് ശ്രീരാമചന്ദ്ര ഭഗവാൻ സമുദ്രലംഘനം നടത്തിയ സമയത്ത്, എന്താണ്, സേതുബന്ധനത്തിന്റെ സമയത്ത് വരുണദേവനോട് വഴി കാണിച്ചു തരാൻ പറഞ്ഞു. സമുദ്രം മാറി തരാൻ പറഞ്ഞു ചിറകെട്ടാനായിട്ട്. സമുദ്രദേവൻ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല, വരുണദേവൻ. അപ്പോഴെന്ത് ചെയ്തു? അദ്ദേഹം ഒരു ദഹനബാണം എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് തൊടുത്തു. ആ സമയത്ത് എന്താണ്? സമുദ്രം മുഴുവൻ ഇളകി മറിഞ്ഞു, തിളച്ചിളകി മറിഞ്ഞു. ആ ബാണം തൊടുത്തില്ല. ബാണം തൊടുത്തു കഴിഞ്ഞാൽ സമുദ്രം മുഴുവൻ ആവിയായി പോയനെ. അത് എടുത്ത് കുലച്ചു വെച്ച സമയത്ത് തന്നെ എന്ത് ചെയ്തു? സമുദ്രം മുഴുവൻ തിളച്ച് മറിയാൻ തുടങ്ങി. മത്സ്യങ്ങളൊക്കെ വേദന കൊണ്ട് പുള്ളി ചാടാൻ തുടങ്ങി. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് വരുണദേവൻ പ്രത്യക്ഷപ്പെട്ടത്, അല്ലെ? അപ്പൊ അത്രയും ശക്തിയുള്ള ഭഗവാന് ഇവിടെ എന്താണ് സംഭവിച്ചത്? ഗർവിച്ചു വന്ന ജരാസന്ധനോട് ചൊവ്വോട് നിൽപ്പതിന് പോരാ നിനക്ക് ബലം എന്നൊരു തോന്നൽ ഉണ്ടാക്കിക്കൊണ്ട് ഭഗവാൻ അവിടെ നിന്നെല്ലാം ഒളിച്ചോടി. അതായത് മധുരയിൽ നിന്ന് തന്നെ ഒളിച്ചോടി 10-17 പ്രാവശ്യത്തോളമാണ് ജരാസന്ധൻ മധുര കീഴടക്കിയത്. എന്നിട്ട് ദ്വാരകയിൽ പോയി താമസമാക്കി. അതിനുശേഷമാണ് ഈ ഭീമനും ഒക്കെ ആയിട്ട് വരുന്നത്, അല്ലെ? ജരാസന്ധന് ആ അവസരം എല്ലാം കൊടുത്തതും എല്ലാം തന്നെ ഭഗവാന്റെ ഒരു ലീലയുടെ ഭാഗമാണ്, അല്ലെ? ഭഗവാൻ അതിന്റെ പ്രോപ്പറായിട്ടുള്ള ആളെ കൊണ്ട് അതിന് സമയം എത്തിയിട്ട് വേണം വധിക്കാൻ വേണ്ടിയിട്ട്. അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഈ ജരാസന്ധൻ വേറൊരാളെ കൂട്ടുപിടിച്ചു. ആരാണ്? ആലയവൻ. ഭീമനാ കൊല്ലുന്നത്. അതെ, ഭീമനാ കൊല്ലുന്നത്. അപ്പൊ ആരെയാണ് ജരാസന്ധൻ കൂട്ടുപിടിച്ചത്? ഭഗവാനെ ഓടിക്കാൻ വേണ്ടിയിട്ട്. യാദവർക്ക് ഒരിക്കലും വധിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് വരം മേടിച്ച ആളാണ് കാലയവനൻ. കാലയവനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ആക്രമിക്കാൻ വന്നത്. അപ്പം ഭഗവാൻ എന്ത് ചെയ്തു? ഓടി ഒളിച്ച് ഒരു ഗുഹയ്ക്കകത്ത് കയറുക. ഒരു ഗുഹയ്ക്കകത്ത് ഓടിയിരിക്കുന്നു. അപ്പൊ അവിടെ ആരായിരുന്നു തപസ്സിരുന്നതിന്? മുജുകുന്ദൻ എന്ന് പറഞ്ഞാൽ ഉറങ്ങുമായിരുന്നു. മുജുകുന്ദൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ മുജുകുന്ദന് വരം കിട്ടിയാണ്. ദേവന്മാർ ഉറങ്ങാനുള്ള വരം കൊടുത്താണ്. കാര്യം ഇതുപോലെ ദേവാസുര യുദ്ധത്തിൽ സഹായിച്ചയാളാണ് കടുവാങ്ങനെ പോലെ. ആ മുജുകുന്ദൻ അവിടെ ഇരുന്ന് ഉറക്കം ആരെങ്കിലും ഭംഗപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹം കണ്ണ് തുറന്നു നോക്കുമ്പോൾ കാണുന്ന വ്യക്തി ഭസ്മമായി പോകുമെന്നാണ്. ഭസ്മമായി പോകും. അങ്ങനെ കാലയവൻ ഓടി വന്ന് നോക്കുമ്പോൾ ഭഗവാൻ വേഷം മാറി കിടക്കുന്നതാണോ എന്ന് വിചാരിച്ചു. ഗുഹയ്ക്കകത്ത് അധികം വെളിച്ചമില്ലായിരുന്നു. അപ്പൊ ഒരൊറ്റ ചവിട്ടി ഈ മുജുകുന്ദനിട്ട്. ഈ മുജുകുന്ദൻ എണീറ്റ് കണ്ണ് തുറന്നപ്പോഴേ കാലയവൻ ഭസ്മമായി പോയി, അല്ലെ? അപ്പൊ ഭഗവാൻ ഇതിനു വേണ്ടിയിട്ടുള്ള അവസരം നോക്കി ഇരിക്കുകയായിരുന്നു. ആ മുജുകുന്ദനാണ് നരസിംഹ മേത്തയായിട്ട് ഗുജറാത്തിലെ ഭക്തകവിയായിട്ട് ജനിച്ചത്. അപ്പൊ ആ കഥ നമ്മൾ പലതവണ പറഞ്ഞായിരുന്നു. ഇപ്പൊ നരസിംഹ മേത്തയുടെ. അപ്പൊ ആ കാര്യം എന്താണ്? പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യാതെ തന്നെ ഭഗവാന്റെ ദർശനം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വലിയ ഭാഗ്യമാണല്ലോ. അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് എനിക്ക് ഭഗവാനെ കിട്ടണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടാണ് അദ്ദേഹത്തിന് വീണ്ടും ഭക്തിയുത സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് അന്ധനും ബദിരനും മൂകനും ഒക്കെ ആയിട്ട് ജനിച്ചത്. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ ആ ഒരു ഭക്തനെ ഏതെല്ലാം രീതിയിൽ സഹായിച്ചു എന്നാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഹരേ കൃഷ്ണ. അപ്പം ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുന്നു. അപ്പൊ ഇത്രയും നേരം ഒരു 9 മിനിറ്റ്
കൂടി. അപ്പൊ അതിന് ക്ഷമിക്കുക. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ട് ചോദിക്കാം, അല്ലാത്തവർക്ക് ലീവ് ചെയ്യാം. വാഞ്ചാകൽപതരൂപശ്ച കൃപാസന്തുഭ്യവച്ച പദാനം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവം കീജയ്.